الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن سيدنا محمدا عبد الله ورسوله الأمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم. ബഹുമാനികളെ, നമ്മുടെ ഉദ്ദേശിച്ച പരിപാടി നിശ്ചയിക്കപ്പെട്ട സമയത്തെ തൊട്ട് വളരെ പിന്തിയതുകൊണ്ട് ആമുഖം ഒന്നുമില്ലാതെ ഞാൻ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ പശ്ചാത്തലങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പലവട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതാണ്. അൽഹംദുലില്ലാ, അതിന്റെ ഫലം ഇന്ന് സുന്നി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ആണ്. ആ ഫലം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് കൂടുതലൊന്നും അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ച് വിജയം ആഘോഷിക്കേണ്ട കാര്യം ഇല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിന് ശേഷം ഖുർആൻ മാത്രമാണ് നിലനിൽക്കുന്ന മുഅ്ജിസത്തുള്ളത്. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊന്നും ഇല്ല എന്ന്, അഥവാ പുണ്യനബിയുടെ തിരുകേശം കത്തുകയില്ല എന്ന് കാന്തപുരം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതൊക്കെ ജീവിതകാലത്ത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ആള്, ഒരു വിഭാഗത്തിന്റെ നേതാവ് ഇവിടെ രംഗത്ത് വന്നു. അത് വലിയ ഒരു രോഷം ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. കാരണം പരസ്യമായി അങ്ങനെ പറഞ്ഞിട്ടില്ലോ. ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതിനെ നിങ്ങളെന്തിന് വിഷയമാക്കുന്നു? അതാണ് വലിയ വിഷയമാക്കേണ്ടത്. പരസ്യമായി പറയുമ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനം എടുക്കാനും ജനങ്ങളെ കാര്യങ്ങൾ ബോധവൽക്കരിക്കാനും എളുപ്പമുണ്ട്. അതില്ലാതെ രഹസ്യമായി ഇത്തരം പ്രവർത്തനം നടത്തുന്നത് അത് ഉള്ളിലൂടെ സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തെ നമ്മുടെ പണ്ഡിതന്മാർ വിമർശിക്കുകയുണ്ടായി. എന്നാൽ ആ മനുഷ്യൻ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യാഖ്യാനം നൽകുവാനോ, ഞാൻ അവിടെ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുവാനോ, അല്ലെങ്കിൽ എന്റെ വാക്ക് വളച്ചൊടിച്ചതാണ്, ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇന്നതാണ് എന്ന് വ്യക്തമാക്കുവാനോ തയ്യാറായില്ല. അതൊരു വലിയ സംഗതിയാണ്. പിന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ അവിടെയും ഇവിടെയും ചില ആളുകൾ പ്രത്യക്ഷപ്പെടുകയും കാട് കയറി പലതും പറയുകയും ചെയ്തു. എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതകാലത്ത് തന്നെ നിഴലില്ല എന്ന വിഷയത്തെ, തീർത്തും അസ്ലൻ തീരെ തന്നെ നിഴലില്ല എന്ന് അയിമ്മത്ത് പറഞ്ഞ കാര്യം, അതുപോലും വിമർശിക്കപ്പെട്ടു സുന്നി പേരിലുള്ള ക്ലാസ് റൂമിൽ. അതിനായികരണം കാണാൻ വന്നു. അൽഹംദുലില്ലാ, വളരെ കൃത്യമായ തെളിവുകളോടെ നാം അതിനെ ഗണ്ണിച്ചു. അതിനുശേഷം ഇന്ന് വരെ ആ കാര്യം മിണ്ടാൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ പ്രവർത്തനം അതിനുവേണ്ടിയാണ്, അല്ലാതെ ആരെയെങ്കിലും വിമർശിക്കുവാനോ ചീത്ത പറയുവാനോ വേണ്ടിയല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇല്ലാത്ത ഒരു കള്ളമുടി കൊണ്ടുവന്ന് ഇവർക്ക് ആർക്കും തന്നെ വിശ്വാസമില്ലാത്തൊരു മുടി, അത് എല്ലാവർക്കും വ്യക്തമാവുകയും ചെയ്ത ഒരു മുടി, അതിൽ ചില അന്തമില്ലാത്ത ആളുകൾ, വളരെ സാധുക്കളായ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെയാണ് മുസ്ലിമീങ്ങളുടെ എല്ലാ വിശ്വാസം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വടി കൊടുക്കുന്ന വിധത്തിൽ ഹജറുൽ അസ്വദ് പോലെയുള്ള സംഭവങ്ങളെ വിമർശിക്കാൻ, അതിലുള്ള വിശ്വാസത്തെയും
ആ രൂപത്തിൽ ചിത്രീകരിക്കാൻ തുടങ്ങി. അതിനും കൃത്യമായി നമ്മൾ ചോദ്യം ചെയ്തു. പിന്നീട് അതും മിണ്ടാൻ ധൈര്യം വന്നിട്ടില്ല. പിന്നീട് മുഅ്ജിസത്ത് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്പിയാക്കൾക്കുണ്ടാകുന്ന അമാനുഷികമായ കഴിവുകളെ അതിനെ തഹരീഫ് ചെയ്തുകൊണ്ട്, വളച്ചൊടിച്ചുകൊണ്ട്, മുസ്ലിം ലോകത്ത് ഇന്ന് വരെ ഒരു ആലിമും പറഞ്ഞിട്ടില്ലാത്ത ഒരു ദുർവ്യാഖ്യാനം നൽകിക്കൊണ്ട്, ഇമാമിയങ്ങൾ പറഞ്ഞ വ്യാഖ്യാനത്തിന് ദുർവ്യാഖ്യാനം, ഇമാമിയങ്ങൾ നൽകിയ നിർവചനത്തിന്, ആ തഅരീഫിന് ദുർവ്യാഖ്യാനം നൽകി മുഅ്ജിസത്തിനെ വളച്ചൊടിക്കുന്ന ഒരു രൂപം, അതിനുവേണ്ടി പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്ന, അതിനുവേണ്ടി അവരുടെ ക്ലാസ് റൂമുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അതും നിർത്തിവെച്ചതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പുനരാരംഭിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ആദ്യമായി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിവിടെ പരമാവധി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പണ്ഡിതോചിതമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളൊക്കെ മുൻകൈയെടുക്കാറ്. അത് തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാനിയത്തിനെ ചോദ്യം ചെയ്തു എന്നും അവർക്ക് ഇല്ലുണ്ട് എന്ന് പറയാൻ സുന്നി പേരിലുള്ള ആളുകൾ ധൈര്യം കാണിച്ചും വന്നപ്പോൾ ഇതെങ്ങോട്ടാണ് ഈ പോക്ക്, ഇതിന് തടയിടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു എൽമിയായ ചർച്ചയ്ക്കാണ് നമ്മൾ വന്നത്. നാം വളരെ സൂക്ഷിക്കണം. എന്നാൽ അതിന്റെ മുമ്പ് പലപ്പോഴായി നാട്ടിലും മറ്റുമൊക്കെ നടക്കുന്ന പല സമ്മേളനങ്ങളിലും ഈ മുഫ്തിയും അതുപോലെയുള്ള അവരുടെ ആ എണ്ണം പഠിക്കണമെന്ന് പണ്ട് ഹുദവി പറഞ്ഞ എണ്ണം പഠിപ്പിച്ചു കൊടുത്തൊരു മൗലിയരുണ്ടല്ലോ, അയാളും ഒക്കെ കൂടിയിട്ട് പലപ്പോഴും നമ്മുടെ ഉലമായിനെ മശായിഖന്മാരെ വളരെ മോശമായും കൊണ്ടും അവരൊന്നും തിരിയാത്തവരും കിതാബ് കിട്ടാത്തവരുമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രസംഗം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. കിതാബ് കിട്ടുന്ന ഒന്നുണ്ടവിടെ എന്നൊക്കെ ചോദിക്കുന്നത്, മുഷാവറ, ഇവരുടെ മുഷാവറ മെമ്പർമാരെ വായിച്ചുകൊണ്ട്, ആ പേര് വായിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ എന്നൊക്കെ ആരെയാണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് കിതാബോധി പഠിച്ച സൂഫിവര്യനായ നിസ്വാർത്ഥനായ കോയക്കുട്ടി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യനും ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളായ ബഹുമാനപ്പെട്ട ജിഫരി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മുടെ പണ്ഡിതന്മാര് അതിങ്ങനെ പാടി ആടി നടക്കാറില്ല, ജാടകളില്ല എന്നേ ഉള്ളൂ. അതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായും നാം ആ നൂറാനിയത്ത് സുബൂത്താക്കുകയും അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി പറയേണ്ടി വന്നു. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ഇവിടെ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകരുടെ, അവർ കുരുത്തമുള്ള ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവുമുള്ള അറിവിന്റെ അഹലുകാരാണ്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഈ കോമാളി പ്രാസംഗികരൊന്നും എത്തുകയില്ല എന്ന് വളരെ ശക്തമായ സ്വരത്തിൽ നമ്മൾ പറയേണ്ടി വന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. അത് നിങ്ങൾ പറയിപ്പിച്ചതാണ്. എന്നാൽ ഇതിന് ഞാൻ എന്റെ പ്രസംഗം നടന്നപ്പോൾ അതിന് മറുപടി പറയാൻ എന്നോണം ചില ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് തീർത്തും നിരർത്ഥകമായ ഒരു 0.5% പോലും സത്യമില്ലാത്ത ഒരു പച്ചക്കള്ളം എന്റെ മേൽ വെച്ചുകെട്ടി എന്ന് മാത്രമല്ല, അത് പറഞ്ഞ് അയാൾ അവസാനിപ്പിച്ചത് അങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാള് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളത് കേട്ട് കാണും. നമ്മുടെ കുട്ടികൾ വെല്ലുവിളിച്ചു. അത് തെളിയിക്കാൻ സാധിക്കുമോ? ഇന്ന് വരെ സാധിച്ചിട്ടില്ല. 1%, 0.5% പോലും അതിൽ സത്യവുമില്ല. അങ്ങനത്തെ ഒരു ദുരാരോപണം എന്റെ മേൽ ആരോപിച്ചുകൊണ്ട് ആ ക്ലിപ്പ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, ഒരു ഇബാറത്ത് വായിക്കാൻ പോലും കഴിയാത്ത ആളാണ് എന്നവിടെ വഹാബിക്ക് ഗുണം പറഞ്ഞാലും വേണ്ടില്ല എന്ന് കരുതി ഇല്ലാത്തൊരു പൂർണ്ണമായും 100% ഒരു ബുഹ്താൻ എന്റെ മേൽ ആരോപിച്ചുകൊണ്ട്, അതാരോപിച്ചു, അതുകൊണ്ടൊന്നും നമുക്ക് വിഷമമുണ്ടായിട്ടില്ല. അത് ആരോപിച്ചുകൊണ്ട് അവസാനം അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അത് അവസാനിപ്പിച്ചു. എന്റെ മാന്യ സഹോദരന്മാര് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതിനുശേഷം പിന്നീട് ഞാൻ കൃത്യമായി എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, പൊന്മള പറഞ്ഞ ഈ വിഷയം AP പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല, കത്തുകയില്ല, കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല.
അതൊക്കെ ജീവിതകാലത്ത് മാത്രമാണ്. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത് ഖുർആൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ കാര്യം, ഇതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. ആ വിഷയത്തിൽ ഇനി ആരെങ്കിലും നമ്മളുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ AICR റെഡിയാണ്. അതിന് പ്രൈവറ്റ് റൂമിലാവാം, അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് വെച്ചാവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മറുപക്ഷത്തിന്റെ റൂമിൽ ചില ചർച്ചകൾ നടക്കുകയും അവിടെ വോട്ടിട്ടുകൊണ്ട് ആളുകളൊക്കെ പലതും അടിപ്പിക്കുകയും അവസാനം അവര് അവിടെ വെച്ചൊരു സംവാദത്തിന് കോപ്പുകൂട്ടുന്ന രൂപം കാണിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ ആ വ്യവസ്ഥ തയ്യാറാക്കാനുള്ള സന്ദർഭത്തിൽ അതിനുപോലും സലാം വാക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കുട്ടിയതൊക്കെ നിങ്ങൾ കണ്ടു. നമുക്ക് തീർത്തും അറിയാം ഈ ഒരു വ്യവസ്ഥ തയ്യാറാക്കാനും അല്ലെങ്കിൽ അവിടെയുള്ള മുഫ്തിമാരോടൊന്നും സംസാരിക്കാൻ ഇവിടെയുള്ള നമ്മുടെ സാധാരണക്കാർ മതി എന്ന് അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ ആ രംഗം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ സന്ദർഭത്തിൽ അവര് അതിന്റെ പേരിൽ അഹങ്കരിക്കണ്ട എന്ന് കരുതി ആ സത്യം യാഥാർത്ഥ്യം അവിടെ വെച്ചാണെങ്കിൽ തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയി. അവിടെ വെച്ചുള്ള സംസാരം അത് വ്യവസ്ഥ തയ്യാറാക്കലായിരുന്നു. ഇതിൽ പലതും പറഞ്ഞു. ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു. വിശാലമായി പറയാനുള്ള സന്ദർഭമായിരുന്നില്ല അത്, കാരണം വ്യവസ്ഥ തയ്യാറാക്കുന്ന സന്ദർഭമായിരുന്നു. ഇവിടെ ഞാൻ ഓരോരോ കാര്യങ്ങൾ പിടിക്കുമ്പോ ഇയാൾ തഖ്വീമുൽ ലിസാൻ പോലും അറിയാത്ത ആളാണെന്ന വിധത്തിൽ പരിഹാസ സ്വരമായിരുന്നു മറുപക്ഷത്തുണ്ടായിരുന്നത്. നിങ്ങളൊക്കെ കേട്ടതാണ്. അതൊന്നും അതിനനുസരിച്ചൊരു മറുപടി നമ്മൾ പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമായ കാര്യങ്ങൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും പറ്റും. ഇതൊക്കെ പല രൂപത്തിൽ അവർ നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനും ശ്രമിച്ചു. സ്വാഭാവികമായും ഇതൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഇതിനൊക്കെ മറുപടി പറയലും ഇയാളുടെ വിവരത്തിന്റെ ആഴം എത്രയുണ്ടെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തലും നമ്മുടെ ഒരു ബാധ്യതയായി മാറുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരികയും ചെയ്തു. വളരെ കൃത്യമായി ഞാൻ മീസാൻ അടക്കം അയാൾക്ക് ഓതിക്കൊടുത്തു. ഇനി ഞാൻ ആ വിഷയം കൂടുതൽ പറയുന്നില്ല. ഹദീസ് മാനകൊണ്ട് റിവായത്ത് ചെയ്യലിപ്പോ നിർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം മാനകൊണ്ട് റിവായത്ത് ചെയ്തപ്പോ അഅ്ലമ എന്നതിന്റെ സ്ഥാനത്ത് ഇന്നഹു അക്ബറു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാനകൊണ്ടുള്ള റിവായത്താവില്ല. അക്ബറു എന്ന് പറഞ്ഞാൽ മൂത്താട്ട് ഖബറിന് ഇന്നന്റെ ഖബറിന് റഫായി. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ, ആ മാന യോജിക്കണ്ടേ? മാന ഒരിക്കലും യോജിക്കുകയില്ല. യോജിക്കുമെങ്കിൽ അതൊന്ന് തെളിയിക്ക് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ ഇന്ന് വരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ചോദിക്കുന്ന അപ്പൊ പറയണത് അത് ചോദിച്ചു തന്നെയാണല്ലോ. അത് ഇനിയും നമുക്കത് പറയാം. അങ്ങനെ സാധ്യമേ അല്ല. അഅ്ലമ എന്നതിന്റെ അർത്ഥം വരണമെങ്കിൽ മാന കൊണ്ടുള്ള റിവായത്താണെങ്കിൽ അക്ബറ എന്ന മാലിയായ ഫീലായിട്ട് വരണം. മാലിയായ ഫീലായിട്ട് വരുമ്പോൾ മാലിയായ ഫീലും ഇന്നന്റെയും മുബത്തതിന്റെയും ഒക്കെ ഖബറായി വരും. അതിനൊന്നും കുഴപ്പമില്ല. ജുംലകൾ ഖബറായിട്ട് വരും. അപ്പോൾ അതിന്റെ റഫ് മഹലിലായിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒന്നും അറിയാണ്ടൊന്നുമല്ല. അതിങ്ങനെ കിടന്ന് ഉരുളുകയാണ്. ആ വിഷയത്തിലേക്ക് ഇനി നമ്മൾ കൂടുതൽ പോവേണ്ടതില്ല. ഇപ്പോ അവസാനം ഞാൻ വളരെ വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യപ്പെട്ട രൂപത്തിലാണ് ഇപ്പോഴത്തെ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ എല്ലാവർക്കും കാര്യങ്ങൾ ഈ ആളുടെ അവസ്ഥകളൊക്കെ മനസ്സിലായതുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചില സംശയങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഇപ്പോ ചോദിച്ച ചില സംശയങ്ങൾ അത് ഒരു സംശയം ചോദിച്ചതായിട്ട് നമുക്ക് കാണാം. കാരണം മുഅ്ജിസത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, മഹാന്മാരായ അയിമ്മത്ത് അതിന് വ്യാഖ്യാനം നൽകി താരിഫ് നൽകി നിർവചനം നൽകിയിടത്ത് മഖ്റൂനം ബിത്തഹദ്ദി എന്ന് പറഞ്ഞാൽ ദഅവൻ നുബുവത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നുബുവത്തിന്റെ പ്രഖ്യാപനമാണ്, വാദമാണ് എന്ന്. അത് എന്റെ സ്വന്തം നിലക്കല്ല, ആർക്കും തള്ളാൻ കഴിയാത്ത ജംഉൽ ജവാമിഅ് മുതൽ ശറഹുൽ അഖായിദ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ കിതാബ് ഇത്തരം വിഷയങ്ങളൊക്കെ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും പറയുന്നു അതിന്റെ മുമ്പ് പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന പ്രവാചകന്മാരായി വരുന്നതിന്റെ മുമ്പ് അതായത് അത് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് അവരുടെ ജനനം മുതലൊക്കെ പല സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ.
ഇതിനൊന്നും നമ്മൾ മുഅ്ജിസത്ത് എന്ന് സാങ്കേതിക ഭാഷയിൽ പറയാറില്ല. അത് നമ്മളും സമ്മതിക്കുന്നു, അവരും സമ്മതിക്കുന്നു. അപ്പോ അത് ഇർഹാസ് എന്നാണ് പറയുക. ചിലതിന് കറാമത്ത് എന്നും പറയും. എന്നാൽ നുബുവത്ത് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ളതിനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു സംശയം അവിടെ ഉണ്ടായി. നബി പണ്ടെന്നെ നബിയാണല്ലോ. അത് കുട്ടികളൊക്കെ കിതാബ് ഓതാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംശയമാണ്. അതിന് നമ്മള് കളിയാക്കേണ്ടതൊന്നുമില്ല. ഞാനത് കളിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് മാന്യമായി പറഞ്ഞു കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചോദിക്കാൻ പറ്റിയ ഒരാൾ അപ്പുറത്തില്ലാത്തതുകൊണ്ടല്ലേ നമ്മളോട് ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം അദ്ദേഹം ചോദിച്ചത് കുന്തു നബിയൻ, ഞാൻ നബിയായിരുന്നു. ആദം നബി വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിലാകുന്ന, അതായത് അവരിൽ റൂഹ് എഴുതുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് മുതൽ തന്നെ നബിയല്ലേ? അപ്പൊ പിന്നെ അന്ന് മുതലുണ്ടാവുന്നതും നുബുവത്തിന്റെ മുമ്പുണ്ടാവുന്നതും അഥവാ 40 വയസ്സിന്റെ മുമ്പുണ്ടാവുന്നതും ഒക്കെ മുഅ്ജിസത്ത് എന്ന് തന്നെ പറയണ്ടേ? പിന്നെ അപ്പൊ ആ വാദം ശരിയല്ല നമുക്ക് പറയുന്നത്. അത് കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കൗനുൻ നുബുവത്തും അല്ലെങ്കിൽ കൗനുൻ നബിയും ദഅവൻ നബിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കണം. നബി ആവൽ എന്നല്ല, നബിയാണെന്ന് പ്രഖ്യാപിക്കൽ എന്നാണ്. ദഅവൻ നുബുവത്ത് എന്ന് പറഞ്ഞാൽ നബിയാണെന്ന് ജനങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വാദിക്കുക. അപ്പൊ ജനങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റൽ നിർബന്ധമായി. ഏതൊരു നബി വന്ന് പറഞ്ഞാലും ഒരാൾ വന്ന് പറഞ്ഞാൽ ആ ആളെ പിൻപറ്റാൻ ജനങ്ങൾ ബാധ്യസ്ഥരായി. പക്ഷെ അത് സത്യമാണെന്ന് തെളിയണം, കള്ളന്മാർ വരാലോ. അപ്പൊ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ നബിയാണെന്ന് പറയുമ്പോൾ അത് ഞാൻ നബിയാണെന്നതിന് തെളിവായും കൊണ്ട് അവർ നിരത്തുന്നതാണ് മുഅ്ജിസത്ത്. അത് ശത്രു വെല്ലുവിളിക്കേണ്ട ഒരാവശ്യവും അതിനില്ല. ശത്രു വെല്ലുവിളിക്കട്ടെ, വിളിക്കാതിരിക്കട്ടെ, ഞാൻ നബിയാകുന്നു എന്ന് വന്ന് പറഞ്ഞു, പിന്നെങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്നു, അതിന് തെളിവെന്നോണം അതിന് അത്ഭുതങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ മുഅ്ജിസത്താണ്. അപ്പോ നബി ആവൽ എന്നല്ല, നബിയാണെന്ന പ്രഖ്യാപനം നടത്തൽ, അതാണ് ദഅവൻ നുബുവത്ത്. ദഅവൻ നുബുവത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അത് മനസ്സിലാകാത്തത് കൊണ്ട് വന്നൊരു സംശയമാണത്. അത് തിരുത്തണം. നബി ആയിരുന്നു എന്നത് ഇവിടെ അറിയില്ലല്ലോ. നബിയാണ് എന്നത് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കുന്നു. അതിന് അബിഅസത്ത് എന്ന് പറയാം. ആ ബിഅസത്തിന് ശേഷമാണ് അത് പ്രഖ്യാപിക്കുക. അപ്പൊ നബി ആ ബിഅസത്തുണ്ടായി ജനങ്ങളുടെ മുന്നിൽ ദഅവ, കൗനല ദഅവയാണ് അവിടെ പ്രയോഗിച്ചത്. മനസ്സിലായോ? തഹദ്ദി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ദഅവൻ നുബുവത്താണ്. ഞാൻ നബിയാണെന്നോ അല്ലെങ്കിൽ റസൂലാണെന്നോ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലുള്ള രേഖകൾ അവർ കാണിക്കുന്നു. അതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം, ആ സംശയം തീർന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സംശയമുണ്ട്, അവിടെ ആരും ചോദിക്കാനും കിട്ടിയില്ലെങ്കിൽ ഇനിയും ക്ലാസ് റൂമിൽ വന്ന് പറഞ്ഞോ, ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു കാര്യം, ഇനി ഇദ്ദേഹം പറഞ്ഞത്, മറുപക്ഷം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ദഅവൻ നുബുവത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ തഹദ്ദി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വെല്ലുവിളിക്കുക എന്ന് മാത്രമാണ്. ശത്രുക്കൾ വെല്ലുവിളിക്കുക, എതിരാളിയുടെ വെല്ലുവിളി, ആ എതിരാളിയുടെ വെല്ലുവിളിയെ അതിജീവിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. എതിരാളിയുടെ വെല്ലുവിളിയെ അതിജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിജയിക്കാൻ വേണ്ടി, അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അമ്പിയാക്കളിലൂടെ വെളിവാകുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും എന്തല്ല, പിന്നെ ഇതൊന്നും ഈ പ്രത്യേകതകളൊന്നും അതിനൊക്കെ പിന്നെ മുഅ്ജിസത്ത് എന്ന് പറയില്ല, അതിനൊക്കെ കറാമത്ത് എന്നാണ് പറയാ, എതിരാളി വെല്ലുവിളിക്കാത്തത് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ എനിക്ക് പ്രധാനമായി 1-2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, ഇങ്ങനെ എതിരാളികളുടെ വെല്ലുവിളി, അങ്ങനെ കൃത്യമായി എതിരാളികളുടെ വെല്ലുവിളി എന്ന് ഏതെങ്കിലും ഒരു ഇമാമ്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി തെളിയിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല എന്ന് ഞാൻ തീർത്ത് പറയുകയാണ്. ഈ പറഞ്ഞ കിതാബിന്റെ ഇബാറത്തുകളാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നതെങ്കിൽ അതേ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ തഹദ്ദി കൊണ്ട് ഉദ്ദേശം അതല്ല, തഹദ്ദിയുടെ ഭാഷാർത്ഥവും അതല്ല. തഹദ്ദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഖ്റൂനൻ ബിത്തഹദ്ദി എന്ന പദം നിങ്ങൾക്ക് അതിന് തെളിവായി ഉദ്ധരിക്കാൻ പറ്റില്ല. തഹദ്ദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദഅവർ റിസാലത്താണ് അല്ലെങ്കിൽ ദഅവൻ നുബുവത്താകുന്നു എന്ന് ജംഉൽ ജവാമിഅ്, ശറഹുൽ അഖായിദ്, ശറഹുൽ മഖാസിദ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തെളിവല്ല. വേറെ വല്ല ഉദ്ധരണിയും ഉണ്ടെങ്കിൽ ലോകത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞ ഒരു ഇബാറത്തിന്റെ കഷ്ണം കാണിക്കാൻ നിങ്ങൾ ഒന്ന് തയ്യാറാവണം. അല്ലെങ്കിൽ ഈ പണിയും കൂടി നിങ്ങൾ നിർത്തിയാൽ വളരെ സന്തോഷം ഉണ്ട് എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ മാത്രമല്ല, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു.
എന്തായിരുന്നു ചോദ്യങ്ങൾ? അങ്ങനെ എതിരാളി വെല്ലുവിളിച്ചാൽ കൊടുക്കുന്നത് മാത്രമാണ് മുഅ്ജിസത്ത് എങ്കിൽ ഖുർആൻ ഇങ്ങനെ മുഅ്ജിസത്തായി? ഖുർആൻ കൊണ്ടുവരാൻ എതിരാളി പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്രാ മിഅ്റാജ് എങ്ങനെ മുഅ്ജിസത്തായി? ഇസ്രാ മിഅ്റാജ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ ശത്രു പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ മുഅ്ജിസത്തായി? അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അയിമ്മത്ത് മുഅ്ജിസത്തായിട്ട് എണ്ണി. ഇതൊക്കെ എങ്ങനെ ആയി എന്ന ചോദ്യത്തിന് മിണ്ടിയിട്ടില്ല. മിണ്ടിയ കുടുങ്ങുന്നറിയാം, അതുകൊണ്ട് മിണ്ടിയിട്ടില്ല. മിണ്ടാൻ സാധ്യവും അല്ല. അതാണ് വസ്തുത. പിന്നുള്ളത് മിഅ്റാജിനെ പറ്റി ചോദിച്ചപ്പോ അവരിങ്ങനെ കുടുങ്ങി ഒന്നും പറയാതിരുന്നു. എന്നാൽ അവരുടെ പുസ്തകത്തിലുണ്ട് എന്തെന്ന്? അവരുടെ പുസ്തകത്തിൽ മിഅ്റാജ് മുഅ്ജിസത്തായിട്ട് എണ്ണിയിട്ടുണ്ട്. അതിന് ചിലപ്പോ പറയാ, ഞാൻ കഴിഞ്ഞ എന്റെ ക്ലാസ്സിൽ ഉദ്ധരിച്ചിരുന്നു, അവരുടെ 3-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മുഅ്ജിസത്തെ സംബന്ധിച്ച് പറഞ്ഞത് അവിടെയും എതിരാളിയുടെ വെല്ലുവിളി എന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എതിരാളിയുടെ വെല്ലുവിളി എന്നില്ല, സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി അവരിലൂടെ വെളിവാകുന്ന അത്ഭുതങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനെ സംബന്ധിച്ച് പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാല്, അത് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. അവർക്ക് പത്രക്കല്ലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. 3-ാം ക്ലാസ്സിലെ കുട്ടികൾ അപ്പൊ അതൊന്നും തിരിയാത്ത ആളുകളായിരിക്കാം. എന്നാ 4-ലോ 5-ലോ എന്നല്ല, ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ പുസ്തകത്തിൽ എതിരാളിയുടെ വെല്ലുവിളിക്ക് അതിനെ അതിജയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് മുഅ്ജിസത്ത് എന്ന് ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിലുണ്ടോ? ഇനി പാഠപുസ്തകം പോട്ടെ, അതും കഴിഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. തൗഹീദ്, ഒരു സമഗ്ര പഠനം തുടങ്ങി പലതും ഉണ്ടല്ലോ, വലിയ വലിയ ആളുകൾക്ക് പഠിക്കാനുള്ള. അതിലുണ്ടോ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യാഖ്യാനം? നിങ്ങളുടെ ഏതെങ്കിലും അംഗീകരിക്കാവുന്ന ഒരു പണ്ഡിതൻ എഴുതിയ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ? അതില്ലാത്തതും നിങ്ങളിലുള്ളവരൊക്കെ ഈ ബുദ്ധിയില്ലാത്തവരും കുട്ടികളായതുകൊണ്ടാണോ? അങ്ങനെ ആവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആരോപിക്കുന്നില്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. മറിച്ചെന്താ, അങ്ങനെ ഒരു താരീഫില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു താരീഫില്ല, അങ്ങനെ ഒരു വിഷയമല്ല. 3-ലേല് മാത്രമല്ല, ഒരൊറ്റ പാഠപുസ്തകത്തിലും ഇല്ല. എന്ന് മാത്രമല്ല, പാഠപുസ്തകം കഴിഞ്ഞതിന് ശേഷം വലിയവർക്ക് പഠിക്കാനുള്ള ഒരു പുസ്തകത്തിലും ഇല്ല. ഉള്ളതൊക്കെ മറിച്ചും ആകുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ വർത്താനം പറയരുത്. പിന്നെ ഇനിയിപ്പോ ആ കുട്ടികൾക്കും ഈ ഇസ്രാ മിഅ്റാജ് മുഅ്ജിസത്താന്ന് എന്തിനാ പറഞ്ഞു വിട്ടത്? നിങ്ങളുടെ വാദം അനുസരിച്ച് മുഅ്ജിസത്തല്ലല്ലോ. ഇസ്രാ മിഅ്റാജ് കറാമത്താന്ന് പറഞ്ഞാൽ തിരിയാത്ത കുട്ടികളാ, മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞാൽ തിരിയുന്ന കുട്ടികൾക്ക് കറാമത്ത് കയറാനും ശരിയില്ലേ? ഇസ്രാ മിഅ്റാജ് മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികൾക്ക് കറാമത്താണ് എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ലേ? അതിന്റെ തൊട്ടപ്പുറം കറാമത്തിനെ വെച്ചുള്ള പാഠങ്ങളുണ്ടല്ലോ. പിന്നെ അതിനേക്കാളൊക്കെ വലിയൊരു വിഷയം, അപകടകരമായ വിഷയം, ഞാനിത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആരോപണം എന്റെ മേൽ ഉന്നയിച്ചു. എന്തായിരുന്നു അത്? ഈ പറഞ്ഞത് വഹാബിസമാണ്. എതിരാളിയുടെ വെല്ലുവിളി എന്ന് ഖൈദ് കൊടുക്കാതെ പറഞ്ഞാൽ അത് അല്ലാത്തതും മുഅ്ജിസത്താകും എന്ന് പറഞ്ഞാൽ അത് വഹാബിസമാണ്, വഹാബിമാരുടെ അപ്പോസ്തലനായ ഇബ്നു തൈമിയ്യയുടെ വാദമാകുന്നു എന്ന് പറഞ്ഞിട്ട് പലതും ഇവിടെ പറയുകയുണ്ടായി. എന്റെ മേൽ വഹാബിസം ആരോപിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞുകൊണ്ട്? എതിരാളിയുടെ വെല്ലുവിളിയെ, ആ എതിരാളിയുടെ വെല്ലുവിളിക്ക് മുന്നിലാകുമ്പോഴാണ് എന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഈ വേർതിരിവ് അത് തന്നെയാണ്, അതാണ് അശായിറത്ത് പറയുന്നത്. അല്ലാത്തത് വഹാബിസമാണ് എന്ന് പറഞ്ഞു. ഇനി എത്ര തിരിയാത്ത കുട്ടികളാണെങ്കിലും ഈ കുട്ടികൾക്ക് എന്തിനാ നിങ്ങൾ ഈ വഹാബിസം പഠിപ്പിക്കുന്നത്? എത്ര അന്തല്ലാത്ത കുട്ടികളാണെങ്കിലും ആ കുട്ടികൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ എന്തിനാ നിങ്ങൾ വഹാബിസം പഠിപ്പിക്കുന്നത്? വഹാബിസം പഠിപ്പിക്കാനാണോ കുട്ടികളെ നിങ്ങളുടെ മദ്രസയിൽ കൊണ്ടുവരുന്നത്? ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ അത്? എന്താണ് ഇതൊക്കെ? ആരോടാ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? എന്തിനാണ് ഈ വഹാബിസം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഒന്നും പറയാതിരുന്നൂടെ നിങ്ങൾക്ക്? കുട്ടികൾക്ക് തിരിയില്ലെങ്കിൽ നിങ്ങളുടെ വാദമനുസരിച്ച് ഇത് വഹാബിസമാണെങ്കിൽ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന യഥാർത്ഥത്തിൽ കേൾക്കണോ സഹോദരങ്ങളെ? നമ്മൾ അത്തരം അങ്ങനെയൊന്നും അനാവശ്യമായ ചർച്ചയിലേക്ക് പോവണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കുക പലതും. യഥാർത്ഥത്തിൽ എന്താണ് വഹാബിസം എന്ന് കേൾക്കണോ? യഥാർത്ഥത്തിൽ വഹാബിസമാണ് ഇപ്പറഞ്ഞത്. ഇയാളീ പറഞ്ഞതാ വഹാബിസം. മഹാന്മാരായ അമ്പ്യാക്കളോട് അവർക്ക് അവരുടെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും മറ്റു പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നത് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ പറയാറുണ്ട് എന്തെന്ന്.
മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എതിരാളിയുടെ വെല്ലുവിളി അതിനെ അതിജയിക്കാൻ വേണ്ടി വെളിവാകുന്നതാകുന്നു മുഅ്ജിസത്ത്. അപ്പൊ പിന്നെ മോമിനീങ്ങൾ ചോദിക്കുന്നിടത്ത് പറയാൻ പാടില്ല, അതുണ്ടാവില്ല. അതുകൊണ്ട് മോമിനീങ്ങൾ അങ്ങനെ ചോദിക്കാനും പാടില്ല. അങ്ങനെ ശത്രുക്കൾ ചോദിക്കുമ്പോ ഉണ്ടാവുന്നതല്ലേ, ശത്രുക്കൾ എതിരാളി ചോദിക്കുമ്പോ ഉണ്ടാവുന്നതല്ലേ. അതുകൊണ്ട് മോമിനീങ്ങൾ ചോദിച്ചാൽ ഉണ്ടാകുന്നതല്ല. അതന്നെ ഇപ്പൊ ഇവിടെയും എതിരാളി, ദീനിന്റെ ശത്രു, റസൂലുള്ളാഹിയുടെ എതിരാളി ചോദിക്കുമ്പോഴാണ് കത്തുലെന്ന് മോമിനീങ്ങൾ ചോദിക്കുമ്പോൾ കാണിക്കേണ്ടതല്ല. അതിനുവേണ്ടി ഇപ്പോ ഇവിടെയും മാറ്റം വരുത്തി നോക്കിയത്. എന്നാൽ ഇതേ ആശയം ആര് പറഞ്ഞു? നിങ്ങൾക്കറിയോ, തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന് പറഞ്ഞിട്ട് വഹാബികൾക്കൊരു പുസ്തകമുണ്ട്. അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ എഴുതിയതാണത്. അയാൾ എഴുതിയ പുസ്തകത്തിൽ ഇതാണ് നിങ്ങൾ കടമെടുത്തത്. അത് ഇമാമിങ്ങൾ പറഞ്ഞതല്ല, ഇമാമിങ്ങൾ ആരും പറഞ്ഞതല്ല. ഇമാമിങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആദ്യമായി വ്യാഖ്യാനം കൊടുത്തത് ഈ കേരള വഹാബികളാണ്. നിങ്ങൾക്കറിയോ, ശറഹുൽ അഖായിദിന്റെ ഇബാറത്തെടുത്തുകൊണ്ട് അയാൾ ഉദ്ധരിച്ചിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നോക്ക്. മുഅ്ജിസത്തിന്റെ ബഹുവചനമാണ് മുഅ്ജിസാത്ത്. ശത്രുക്കൾ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകത്വം വാദിക്കുന്നവന്റെ കൈകളിലൂടെ പ്രകൃതി നിയമത്തിന് അതീതമായി അള്ളാഹു വെളിവാക്കുന്ന സംഗതികൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. കേട്ടോ, കേട്ടില്ലേ നിങ്ങള്? ശത്രുക്കൾ വെല്ലുവിളിക്കുന്ന, ആ മറുപക്ഷം പറഞ്ഞ അതേ ഭാഷ. ശത്രുക്കൾ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകത്വം വാദിക്കുന്നവന്റെ കൈകളിലൂടെ പ്രകൃതി നിയമത്തിന് അതീതമായി അള്ളാഹു വെളിവാക്കുന്ന, അള്ളാഹു എന്നുള്ളൊരു പദമേ അവിടെ ഇല്ല, ഇബാറത്തില്ല. ഒരുപാട് ദുർവ്യാഖ്യാനം നടത്തലുണ്ട്, മാറ്റിമറിക്കൽ തഹരീഫ് നടത്തിയിട്ടുണ്ട് അവൻ, ഈ അബ്ദുസ്സലാം സുല്ലമി. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അള്ളാഹു വെളിവാക്കുന്ന സംഗതികൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. അപ്പൊ അത് വഹാബിസം അത് ആരോപിക്കേണ്ടത് നമ്മുടെ പേരിലല്ല, പക്ഷേ നിങ്ങൾ അറിയാതെ പെട്ടുപോയതാണെന്ന് ആദ്യം നിങ്ങൾ കാമൂസും മുഞ്ചിതൊക്കെ നോക്കി പറഞ്ഞപ്പോ അങ്ങനെ പെട്ടുപോയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇനി വെച്ച് കുത്തി നോവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ലേ? യഥാർത്ഥം അങ്ങനെയാണ്. എന്നാൽ ഈ എതിരാളിയുടെ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രയോഗം ഉണ്ടല്ലോ, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ ഒരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി, ആർക്കെങ്കിലും ഇനി വല്ല സംശയമുണ്ടെങ്കിൽ അതും കൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്. എതിരാളിയുടെ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വിശദീകരണമൊക്കെ കേട്ടോക്കണം. അപ്പൊ അതിൽ പറയാ എന്തെന്ന്, ഒരാള് നബിയായിട്ട് വരുന്നു, അപ്പൊ ശത്രുക്കൾ നിഷേധിക്കുമ്പോ അവർക്ക് നീ നിഷേധിക്കണ്ട, നിനക്കെന്ത് വേണം, എന്താണ് കാണിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിന് കാണിച്ചു കൊടുക്കുന്നു. ഈ നിലക്ക് മുഅ്ജിസത്തിനെ പറഞ്ഞാൽ എത്ര വലിയ അപകടമാണ് ഉണ്ടാക്കി തീർക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാന്ന്? അങ്ങനെ പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാന്ന് ഏത് പ്രവാചകനാ പറഞ്ഞത്? ശത്രുക്കള് തോന്നിയാസം ചോദിച്ചുകൊണ്ടേയിരിക്കല്ലേ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് മുആനിദീങ്ങൾ ഒന്ന് കൊടുത്താൽ മറ്റൊന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ ചെയ്യുള്ളൂ. മാത്രമല്ല, ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മറ്റ് അമ്പിയാക്കളോടൊക്കെ ശത്രുക്കൾ ചോദിച്ച ഓരോരോ കാര്യങ്ങൾ, അതിനെ എത്ര കൃത്യമായി ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാത്ത എത്ര സംഭവങ്ങളുണ്ട്. എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ നിന്നാല് അതുകൊണ്ട് ഒന്നാമത്തത് അവര് തഅന്നുത്തിന് വേണ്ടി മർക്കടമുഷ്ടിയായിട്ടാണ് അധികം ചോദിക്കുന്നത്, വിശ്വസിക്കാൻ വേണ്ടിയല്ല. എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾക്ക് ഒരു കൊട്ടാരമുണ്ടാവണം, നിങ്ങൾക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടമുണ്ടാവണം, അല്ലെങ്കിൽ ആകാശത്തെങ്ങനെ തുണ്ടം തുണ്ടമായി ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണം, മലക്കുകൾ വരണം, ഇങ്ങനെ തുടങ്ങി. അല്ലെങ്കിൽ ആകാശത്ത് പോയി അള്ളാഹുവിന്റെ ഒരു ലെറ്റർ വാങ്ങി അതിൽ നിങ്ങൾ റസൂലാണെന്ന് എഴുതി ഒപ്പിടിച്ചിട്ട് വരണം. ഇങ്ങനൊക്കെയല്ലേ പറഞ്ഞത്? ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ഒരിക്കൽ പറയുന്നുണ്ട് തഅഖുർ കദിബിന്റെ അടയാളമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അത് സംഭവിച്ചില്ലെങ്കിൽ, അങ്ങനെ വെല്ലുവിളി ഉണ്ടായിട്ട് അത് പിന്നെ സംഭവിക്കൽ വൈകിപ്പോയാൽ അത് ഈ ആള് കള്ളനാണെന്നുള്ളതിന്റെ അടയാളാണ്. അപ്പൊ വൈകിയാൽ തന്നെ കള്ളനാണ് എന്നതിന്റെ അടയാളാണെങ്കിൽ പിന്നെ തീരെ നടക്കാതിരുന്നാലോ? എതിരാളിയുടെ വെല്ലുവിളി നടക്കാതിരുന്നു എന്നാലോ കള്ളനാണ് നാളത്തോ? വാസ്തവത്തിൽ അങ്ങനെയല്ല ഉള്ളത്. എതിരാളി വെല്ലുവിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ,
അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തുകൊണ്ട്, അമാനുഷികമായ പലതും അങ്ങോട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഇത് ആണ് എന്റെ തെളിവ് എന്ന് അവരെ ചിലപ്പോൾ നേരിട്ട് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് സന്ദർഭത്തിൽ നിന്നും ഹാലിൽ നിന്ന് മനസ്സിലാക്കിയും കൊണ്ട് അങ്ങനെ ചെയ്യുകയാണ്. ഇത് ഞാൻ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, എനിക്ക് പ്രത്യേകമായി അള്ളാഹുമായി ബന്ധമുണ്ട് എന്നതിന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്നാൽ ഇതുപോലെ നിങ്ങളും ചെയ്യൂ. ഖുർആാനും ചെയ്തത് അതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾ മറ്റൊരു സൂറത്ത് കൊണ്ടുവരൂ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥം അതാണ് എന്നല്ലാതെ ശത്രു എന്ത് ചോദിച്ചാലും കാണിച്ചു തരാ എന്ന് പറയല്ല. അതൊക്കെ തീർത്തും യാതൊരു ബന്ധവുമില്ലാത്ത, ദീനുമായും മുഅ്ജിസത്തുമായും അക്കാര്യങ്ങളുമായും ഇൽമുമായും ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പറയേണ്ടതാണ്. മാത്രമല്ല അതൊക്കെ പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വടി കൊടുക്കുന്ന ചില പ്രയോഗങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്ന് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ വാദം നാം മനസ്സിലാക്കി തന്ന, നമ്മളെന്ന് പറഞ്ഞാൽ ഇമാമിയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായി മുൻ ക്ലാസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ വ്യക്തമാക്കുന്ന 1-2 ഇബാറത്തുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് അമ്പിയാക്കള് നബിയായിട്ട് വരിക. അപ്പോ ഏതൊരു പ്രവാചകനും ആ പ്രവാചകത്വം ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ചാൽ അതാണ് ദഅവ നുബുവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദഅവ റിസാല എന്ന് പറയുന്നത്. പ്രഖ്യാപിച്ചാൽ ആ പ്രവാചകനെ അംഗീകരിക്കൽ ജനങ്ങളുടെ മേൽ ബാധ്യതയായി. പക്ഷെ ഇങ്ങനെ കള്ളന്മാരും വരും. അപ്പോ ഈ പ്രവാചകൻ സത്യവാനാണെന്ന് ബോധ്യപ്പെടണം. അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ പല അത്ഭുതങ്ങളും വെളിവാക്കുന്നു. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പല കഴിവുകളും കൊടുക്കുന്നു. ആ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നു. ചിലത് അവർ അറിയാതെ തന്നെ അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കുന്നു, ചിലത് അവരിടപെട്ടുകൊണ്ട് ചെയ്യുന്നു. ഇങ്ങനെ പല രൂപത്തിൽ നടക്കുന്നു. ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറമുള്ള കാര്യങ്ങളുമായിരിക്കും. ഇത് തന്റെ നുബുവത്തിന്റെ തെളിവായും കൊണ്ടാണ് ഈ പ്രകടിപ്പിക്കുന്നത്. ഇത് എന്റെ നുബുവത്തിനെ നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ ഇതിന് സമാനമായി നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് ആ പ്രകടിപ്പിക്കുന്നതിന്റെ അടയാളം, അർത്ഥം. ഇതാണ് മഹാന്മാരായ, ഇതിലിടക്ക് വളരെ അപൂർവമായി ചിലപ്പോൾ ചില കാര്യങ്ങൾ ശത്രു പറഞ്ഞത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ ചില മസ്ലഹത്ത് കാണുമ്പോൾ അള്ളാഹു അത് അംഗീകരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്നത് ഇനത്തിൽപ്പെട്ടതാണ്. മൂസാ നബിക്കുണ്ടായ ചില കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ്. അങ്ങനെ ചുരുക്കം ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാം എന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാറുമില്ല. പലപ്പോഴും ശത്രുക്കൾ ആവശ്യപ്പെട്ടതിനെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളതും. അവർ പറഞ്ഞതിനൊക്കെ ആ ആയത്തൊക്കെ വിശദീകരിച്ചിട്ട് അയിമത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, ഇവിടെ പ്രവാചകനിൽ നിന്ന് വെളിവായിട്ടുള്ള അത്ഭുതങ്ങൾ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയതാണല്ലോ. ബുദ്ധിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിഷ്പക്ഷതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണല്ലോ. പിന്നെ എന്തിനാണ് ഈ അനാവശ്യമായ ഈ ചോദ്യത്തിലൊന്നും അർത്ഥമില്ല എന്നാണ് പറഞ്ഞിട്ട് ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതാക്കൾ പറഞ്ഞ് അതിനെ മനസ്സിലാക്കി തന്നത്. അതാണ് അതിന്റെ യഥാർത്ഥവും. എന്നാൽ ഈ കാര്യം വ്യക്തമാക്കുന്ന ഇബാറത്തുകൾ പലതും നമ്മൾ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജംഉൽ ജാമി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ ആകത്തുകയാണ്. അതാണ് നാം വളരെ പ്രധാനമായി ഉദ്ധരിച്ചത്. അതിൽ വളരെ കൃത്യമായി പറഞ്ഞു, ദഅവ തഹദ്ദി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദഅവ നുബുവത്താണ്, അല്ലെങ്കിൽ ദഅവ റിസാലത്താണ്. റിസാലത്തിന്റെ വാദമാകുന്നു, അതിന്റെ പ്രഖ്യാപനമാകുന്നു എന്ന് മനസ്സിലായോ? അതുപോലെ ശറഹുൽ അഖായിദില് പറഞ്ഞു, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ആദത്തിനെതിരായി അസാധാരണമായി നുബുവത്ത് വാദിക്കുന്ന ആളുടെ കരങ്ങളിലൂടെ ഉണ്ടാവുന്നതാണ്. ഇന്ദ തഹദ്ദിൽ മുൻകിരീന, മുൻകിരീങ്ങളുടെ തഹദ്ദിയുടെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ, മുൻകിരീൻ എന്ന് പറഞ്ഞാൽ നിഷേധികൾ, നിഷേധികളെ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ എന്നും നിഷേധികൾ വെല്ലുവിളിക്കുന്ന അവസരത്തിൽ എന്നും, നിഷേധികൾ വെല്ലുവിളിക്കുന്ന അവസരത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, അതും മുഅ്ജിസത്ത് തന്നെ. ഇനി അല്ലെങ്കിൽ തന്നെ നിഷേധികളെ അങ്ങോട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം, അത് ഓരോന്നിന്റെ ഒപ്പവും പറയേണ്ടതില്ല. ഈ നുബുവത്തിനെ വാദിക്കലോടുകൂടെ തന്നെ അതൊക്കെ ശത്രുക്കളോടുള്ള വെല്ലുവിളിയായി മാറി എന്ന് അതിന്റെ തന്നെ വ്യാഖ്യാനങ്ങൾ വളരെ വിശദമായി വിശദീകരിക്കുകയാണ്. അത് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട അയിമത്ത് മൂപ്പര് തന്നെ വിവരിക്കുന്നുണ്ട്. അതിന്റെ കുറച്ചുകൂടെ പുറത്തിങ്ങോട്ട് വന്നാൽ
ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ വിശദീകരിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ട് 105-ാമത്തെ പേജിൽ, ബഹുമാനപ്പെട്ട ശറഹുൽ അഖായിദിന്റെ 105-ാമത്തെ പേജിൽ കറാമത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇയാൾ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ കറാമത്ത് എന്താവണം? വെല്ലുവിളിയില്ലാതെ വരുന്നതൊക്കെ കറാമത്താവണം, അല്ലേ? വെല്ലുവിളിയില്ലാതെ വരുന്നതൊക്കെ കറാമത്താവണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും, ഏതടക്കം ഖുർആൻ അടക്കം, അതുപോലെ ഇസ്രാ മിഅ്റാജ് അടക്കം, അതൊക്കെ കറാമത്താവണം എന്ന് അയാൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്നാൽ അതൊക്കെ മുസ്ലിം ലോകം ഇന്ന് വരെ അംഗീകരിച്ചതിനെതിരാണ്. ഇനി അതിന്റെ ഒക്കെ പുറമെ നോക്ക്, ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ചില വാർത്തകൾ ഞാൻ നൽകാം. വകറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ. ശറഹുൽ അഖായിദിൽ സഅദുദ്ദീൻ തഫ്സാനി പറയാം. സഅദുദ്ദീൻ തഫ്സാനി നിങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു കളി കളിക്കുന്നുണ്ടല്ലോ. സഅദുദ്ദീൻ തഫ്സാനിനെ അംഗീകരിക്കാത്തവർ നമ്മളല്ല. സഅദുദ്ദീൻ തഫ്സാനി തങ്ങള് അവരുടെ ശറഹുൽ അഖായിദില് അതിന്റെ 105-ാമത്തെ പേജില് പറയുന്നുണ്ട്, വകറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ. ഔലിയാക്കളുടെ കറാമത്ത് ഹഖാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയാരാണെന്ന് വിവരിച്ചു. അതിനുശേഷം വകറാമത്തുഹു, കറാമത്തുഹു, വലിയന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദ മിൻ ഖിബലിഹി ഗൈരി മുഖാരിനിൻ ലിദഅവൻ നുബുവ. കണ്ടോ കണ്ടോ? ളുഹൂറു അവിടെ തഹദ്ദിയല്ല, ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദ, അസാധാരണമായ കാര്യങ്ങൾ വെളിവാവലാകുന്നു, ആദത്തിനെതിരായ കാര്യങ്ങൾ വെളിവാവലാകുന്നു. മിൻ ഖിബലിഹി, ആ വലിയിൽ നിന്ന്, വലിയന്റെ ഭാഗത്തുനിന്ന്. ഗൈരി മുഖാരിന്, പിന്നെ എങ്ങനെയുള്ള കാര്യമാവണം? അത് ദഅവൻ നുബുവത്തിനോട് ചേരാതെയായിരിക്കണം. നബിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെളിവാവുന്നതാവരുത്. നബിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെളിവാവുന്നത് അപ്പെന്തല്ല? കറാമത്തല്ല. ശറഹുൽ അഖായിദ്, ഇമാം സഅദുദ്ദീൻ തഫ്സാനിയുടെ ശറഹുൽ അഖായിദ്. ശറഹുൽ അഖായിദ് അവഗണിച്ചവർ ഞങ്ങളല്ല. ശറഹുൽ അഖായിദിന് ദുർവ്യാഖ്യാനം നൽകിയവരും ഞങ്ങളല്ല. ശറഹുൽ അഖായിദിനും ജമ്മിനൊക്കെ ദുർവ്യാഖ്യാനം നൽകിയത് നിങ്ങളാണ്. ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ തഹദ്ദി എന്ന് തന്നെ പ്രയോഗിക്കാതെ ദഅവൻ നുബുവത്ത്, നുബുവത്ത് പ്രഖ്യാപനം. ഇനിയും മനസ്സിലാവാത്തവരെ നമ്മൾ എന്താ ചെയ്യാം? ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാണ്, അല്ലാതെ വെറുതെ ആരെയെങ്കിലും നോവിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. നിങ്ങൾ മനസ്സിലാക്കൂ കാര്യങ്ങൾ. വെറുതെ നിങ്ങളുടെ വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടൊന്നും ഈ വിഷയത്തിൽ അയാളെ വെള്ളപൂശാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. നോക്കണം നിങ്ങൾ. ഗൈരി മുഖാരിനിൻ ലിദഅവൻ നുബുവതി എന്ന് പറയാം. എന്നിട്ട് ഫമാ ലാ യകൂനു മഖ്റൂനൻ ബിൽ ഈമാനി വൽ അമലി സ്വാലിഹി, അയാള് നല്ല നടപ്പുകാരനല്ല, ചീത്ത നടപ്പുകാരനാണ്. അവനിൽ നിന്ന് വല്ലതും വെളിവായാൽ അതെന്തിൽപ്പെടില്ല? കറാമത്തിൽപ്പെടില്ല. അതിന് ഇസ്തിദ്റാജ് എന്നാണ് പറയുക. വമാ യകൂനു മഖ്റൂനൻ ബിദ്ദഅവൻ നുബുവതി, നുബുവത്ത് പ്രഖ്യാപനവുമായി അതിനോട് ചേർന്ന് വരുന്നത് യകൂനു മുഅ്ജിസതൻ, അതെന്തായും ചെയ്യും? മുഅ്ജിസത്താവുകയും ചെയ്യും. നോക്കണം നിങ്ങൾ. ദഅവൻ നുബുവത്തിനോട് അന്വരിച്ചു വരുന്നത് അത് മുഅ്ജിസത്താണ്, നുബുവത്ത് പ്രഖ്യാപനത്തോട്. അതാണ് ജംഇൽ പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ടാണ്, ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജമില് പറയാ. മനസ്സിലായോ? ജമ്മില് പറഞ്ഞതിനെ തള്ളാൻ നിൽക്കണ്ട. ജമ്മില് പറഞ്ഞതാണ് മൊത്തം ഇതിന്റെ ഒക്കെ ആകത്തുക ഉണ്ടാവുക. ജംഉൽ ജവാമില് തഹദ്ദി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ദഅവൻ നുബുവത്താകുന്നു എന്ന് കൃത്യമായി പറഞ്ഞില്ലേ? പിന്നെ എന്തിനായി ആവശ്യമില്ലാത്തതിന് പോയത്? അപ്പം മിണ്ടാതിരുന്നാൽ മതിയായിരുന്നില്ലേ? ദഅവൻ നുബുവത്തിനോട് അന്വരിച്ചാൽ അത് മുഅ്ജിസത്താകുന്നു, തഹദ്ദിയോട് അന്വരിച്ചാൽ എന്നല്ല. അപ്പൊ അവിടെ തഹദ്ദി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദഅവൻ നുബുവത്താകുന്നു എന്ന് കൃത്യമായി ജംഉൽ ജവാമിയിൽ പറഞ്ഞത്, ശറഹുൽ അഖായിദിൽ സൂചിപ്പിച്ചത്, ശറഹുൽ മഖാസിദിൽ വളരെ കൃത്യമായി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ വളരെ സ്പഷ്ടമാകുന്നു. മനസ്സിലായോ? എന്നിട്ട് പിന്നെ മൂപ്പര് എന്ത് ചെയ്യുന്നു? ഈ മുഅ്ജിസത്ത് ഇതൊക്കെ കൃത്യമായി ശറഹുൽ അഖായിദിലുള്ളതാണ്. അതിന്റെ തെളിവുകളും അത് ഹക്കാണെന്നതിന്റെ തെളിവുകളും മറ്റൊക്കെ ഉദ്ധരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഇനത്തിൽപ്പെട്ടതുണ്ടാവാം അതൊക്കെ വിവരിച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചോണം. വയകൂനു ദാലിക,
വയകൂനു ദാലിക, അത് ആകും ഏത്, ഈ അത്ഭുതങ്ങൾ വലിയിന്റെ കരങ്ങളിലൂടെ വെളിവാകുന്നത്. അവിടെ ശറഹ് ഐ ളുഹൂറു ഖവാരിഖിൽ ആദാതി മിനൽ വലിയ്യി അല്ലദീ ഹുവ മിൻ ആഹാദിൽ ഉമ്മ. അല്ലോ ശ്രദ്ധിച്ചോളൂ. ഐ ളുഹൂറു ഖവാരിഖിൽ ആദാതി മിനൽ വലിയ്യി അല്ലദീ ഹുവ മിൻ ആഹാദിൽ ഉമ്മ. അതൊക്കെ ശറഹ്. വയകൂനു ദാലിക മുഅ്ജിസതൻ ലിർറസൂലി, അങ്ങനെയാണ് മറ്റനുള്ളത്. വയകൂനു ദാലിക, അതാകും ഏതാകും, ഐ ളുഹൂറു ഖവാരിഖിൽ ആദാതി, അത്ഭുതങ്ങൾ വെളിവാവൽ, മിനൽ വലിയ്യി, വലിയിൽ നിന്ന് വെളിവാവൽ, അല്ലദീ, എങ്ങനെയുള്ള വലിയാണ്, ഹുവ മിൻ ആഹാദിൽ ഉമ്മ, ആ ഒരു ഉമ്മത്തിൽപ്പെട്ട ഫർദുകളാണ്, വ്യക്തികളാണ്. ഒരു നബിയുടെ, ഒരു പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തികളാണല്ലോ അവർ. അവരിൽ നിന്ന് വെളിവാകുന്ന ഈ അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ മുഅ്ജിസത്തൻ ലിർറസൂലി. ഇതല്ലാത്തൊരു ഇസ്തിലാഹും ഇതല്ലാത്ത ഒരു ഉറുഫൊക്കെ എവിടുന്നാ കൊണ്ടുവരുന്നത്? മുഅ്ജിസത്തൻ ലിർറസൂലി, ഇത് തന്നെയാണ് മുസ്ലിം ഉമ്മത്ത് ഇതുവരെ പറഞ്ഞു വന്നതും. ഇവരുടെ ഒക്കെ ബുക്കിൽ അത് വരാനും കാരണമാണ്. മുഅ്ജിസത്തൻ ലിർറസൂലി, റസൂലിന്റെ മുഅ്ജിസത്താവും. അല്ലദീ വഹറത് ഹാദിഹിൽ കറാമത്തു ലിവാഹിദിൻ മിൻ ഉമ്മത്തിഹി ലിഅന്നഹു, ഈ ഒരു വലിയ ഏതൊരു പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണോ, ഏതൊരു പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണോ, ആ പ്രവാചകന്റെ മുഅ്ജിസത്തായിട്ടാണ് ഇതുള്ളത്. ആ പ്രവാചകനിലേക്ക് ചേർത്തി നോക്കുമ്പോൾ മുഅ്ജിസത്താണ്, വലിയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് കറാമത്തുമാണ്. വലിയ വാദിക്കുന്നില്ല. എന്നാൽ ഇതിലൂടെ എന്ത് വെളിവാകുന്നുണ്ട്? എന്തുകൊണ്ട്? അതുകൊണ്ട് വെളിവാവുന്നുണ്ടല്ലോ. എന്ത് വെളിവാകുന്നുണ്ട്? ഇദ്ദേഹം വലിയാണെന്ന്. ഇദ്ദേഹം വലിയാതെന്തുകൊണ്ടാ? ആ നബി പിൻപറ്റിയത് കൊണ്ടാണ്. അപ്പൊ ആ നബി സത്യവാനാണ്, ആ നബിനെ അനുസരിച്ചാൽ വലിയാകും, അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് എത്തും എന്ന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ എന്താകുന്നു? ആ നബിയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്, വലിയിന്റെ കറാമത്തുമാണ്. ഇതൊക്കെ വിവരിച്ചിട്ട് മൂപ്പര് അതിന്റെ അവസാനം പറയാ, വൽഹാസിലു കേട്ടോളൂ, വൽഹാസിലു അന്നൽ അംറൽ ഖാരിഖ ലിൽ ആദ, ആദത്തിന് എതിരാകുന്ന കാര്യങ്ങൾ, സാധാരണക്ക് എതിരാകുന്ന കാര്യങ്ങൾ, ഫഹുവ, അത് ബിന്നിസ്ബത്തി ഇലൻ നബിയ്യി, അത് നബിയിലേക്ക് ചേർത്തി നോക്കുമ്പോ മുഅ്ജിസത്താകുന്നു. മുഅ്ജിസത്താകുന്നു. സവാഉൻ ലഹറ മിൻ ഖിബലിഹി ഔ മിൻ ഖിബലി ആഹാദി ഉമ്മത്തിഹി, അത് ആ പ്രവാചകനിൽ നിന്ന് നേരിട്ടുണ്ടാവട്ടെ, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തികളിൽ നിന്നുണ്ടാവട്ടെ, അത് ആ നബിയുടെ മുഅ്ജിസത്താകുന്നു. വബിന്നിസ്ബത്തി ഇലൽ വലിയ്യി, വലിയിലേക്ക് ചേർത്തി നോക്കിയിട്ട് കറാമത്തുൻ, അത് കറാമത്താകുന്നു. എന്തുകൊണ്ട്? ലിഖുലുവിഹി അൻ ദഅവ നുബുവ്വതി മൻ ലഹറ ദാലിക മിൻ ഖിബലിഹി, ആരിൽ നിന്നാണോ ഇത് വെളിവായത് ആ വലിയ നുബുവത്തിനെ വാദിക്കാത്തത് കൊണ്ട്, ആ വലിയനോട് വെല്ലുവിളിക്കാത്തത് കൊണ്ട് എന്നല്ല, ആ വലിയ നുബുവത്തിനെ വാദിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആ സംഗതി തന്നെ കറാമത്താണ്. ആ വലിയിലൂടെ ഈ പ്രവാചകന്റെ നുബുവത്ത് ഒന്നുകൂടെ വെളിവാവുന്നത് കൊണ്ട്, അത് ആ പ്രവാചകന്റെ ദഅവ നിലനിൽക്കുന്ന പ്രവാചകനാകുമ്പോൾ പ്രത്യേകിച്ചും ആകുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് റസൂലുള്ളാഹിയുടെ അവസ്ഥ അതാണ്. അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് മുഅ്ജിസത്തുമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി അവിടുത്തെ ശറഹുൽ അഖായിദിൽ പറഞ്ഞതാണ് ഇപ്പൊ ഞാനീ വായിച്ചത്. മനസ്സിലായോ? ഇതിനെ ഒന്നും തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ഉറഫും ഈ പൊന്മള പറഞ്ഞ വഹാബിസത്തെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ സുന്നി ലോകം അംഗീകരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അതിന്റെ തിക്തഫലങ്ങളാണ് ഇപ്പോൾ പലരും അനുഭവിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, പിന്നെ ഷറഹുൽ മഖാസിദ് വായിച്ചു. ഷറഹുൽ മഖാസിദ് അത് വായിച്ചു. അതിലെ ചില ഇബാറത്തുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒന്നും മനസ്സിലാകാതെയാണ് വായിച്ചത് എന്നൊക്കെ. എന്നാൽ അതിന്റെ ഒരു വിശദ രൂപമൊന്ന് ഞാൻ പറഞ്ഞു തരാം. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവർക്ക്, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഇനി ഒരു ക്ലാസ് ആവശ്യമുണ്ടാവുകയില്ല. ഇനിയും ഇതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്
വികൃതമാക്കാൻ വരുന്നവർ തനിച്ച മുഖാബറയാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാനും കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഷറഹുൽ മഖാസിദില് മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പറയാം. ഇതേ ഇമാം സഅദുദ്ദീൻ തസ്താസാനിയുടെ ഗ്രന്ഥമാണല്ലോ അതും. അതില് മുഅ്ജിസത്തുൽ ഉർഫിൽ അംറുൻ ഖാരിഖുൽ ലിൽ ആദ മഖ്റൂനുൻ ബിത്തഹദ്ദി മഅ അദമിൽ മുആറള എന്നാണ് താരീഫ് കൊടുത്തത്, നിർവചനം കൊടുത്തത്. എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതുകൊണ്ട് ഓരോ വാക്കുകളെ കൊണ്ടും കിട്ടിയ കാര്യങ്ങൾ അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. മറുപക്ഷം പറഞ്ഞത് ഇതൊക്കെ എന്തിനാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത്, ആർക്ക് വേണ്ടിയാണ്? സഹോദരന്മാരും മനസ്സിലാക്കി. അംറുൻ ഖാരിഖുൽ ലിൽ ആദ, സാധാരണക്ക് എതിരായി ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്നല്ലേ പറഞ്ഞത്. ഇവിടെ അംർ എന്ന് പറയാൻ മുഅ്ജിസത്തിന്റെ സാങ്കേതിക പ്രയോഗം ഇമാം അശ്അരി തങ്ങളുടെ അശാഇറത്തിന്റെ അയിമ്മത്തുൽ അശാഇറത്തിന്റെ അരികിലുള്ള കാര്യമാണ്, അവരുടെ ഉപയോഗമാണ് ഈ പറയുന്നത്. എന്നാൽ മുഅ്ജിസത്തിന് പല ഉപയോഗങ്ങളും അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഉപയോഗമാണ് ഇന്ന് നിലവിലുള്ളത്. ആ ഉപയോഗത്തിന്റെ പേരിലാണ് ഇപ്പൊ നമ്മളെ ആക്ഷേപിക്കാൻ വന്നത്. എന്നാൽ ആ ഉപയോഗത്തിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് പറയുന്നത്. അവിടെ അംറുൻ ഖാരിഖുൽ ലിൽ ആദ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും അതിന്റെ ഉദ്ദേശങ്ങളും അതുകൊണ്ട് പുറത്തുപോയ കാര്യങ്ങളും മുഹ്തറസാത്തുകളും ഒക്കെ വിവരിച്ചു. എന്നിട്ട് അംർ എന്ന് പറയാൻ കാരണം അതെന്തിനാണ്? അംർ ഒരു കാര്യം എന്നല്ലേ പറഞ്ഞത്, പ്രവൃത്തി എന്ന് പറയാതെ. എന്തിനാ അംർ എന്ന് പറഞ്ഞു? അത് പ്രവൃത്തിയും പ്രവൃത്തി അല്ലാത്തതൊക്കെ ഉണ്ടാവും, അത് കടക്കാനാണെന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം പറയുന്നതെന്ന് അറിയോ? പ്രവൃത്തിയാവാം, ചിലപ്പോ തെറുക്കാവാം, ഇല്ലായ്മയാവാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോൾ കരിഞ്ഞില്ല, അത് ഫേലല്ലോ, കരിഞ്ഞില്ല എന്നതല്ലേ, കരിയാതിരിക്കലല്ലേ, അതും കൂടി ഉൾപ്പെടാനാണ് എന്ന് പറഞ്ഞു അംറുൻ എന്ന് പറഞ്ഞത്, ഒരു കാര്യം. അപ്പൊ അവിടെ ഫിഅല് പ്രവർത്തികൾ, അതിന്റെ ഉദാഹരണം ഇതുപോലെ കൻഫിജാരിൽ മാഇ മിൻ ബൈനിൽ അസാബിഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നതുപോലെ എന്ന്. മനസ്സിലായോ? അപ്പോ ഇത് ഇയാളുടെ വാദം അനുസരിച്ച് ഈ ശറഹുൽ മഖാസിദ് വായിച്ചുകൊണ്ട് നമ്മളെ വിമർശിക്കുന്ന ആളുടെ വാദമനുസരിച്ച്, ആളുകളുടെ വാദമനുസരിച്ച് എന്തല്ല, മുഅ്ജിസത്തല്ല. കാരണം അത് വെല്ലുവിളിയോടെ അന്വേഷിച്ചതല്ല. ആരും പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹിയോട് നിങ്ങൾ റസൂലാണ്, നിങ്ങൾ അതിന്റെ വിരലിൽ നിന്ന് വെള്ളം വരട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ശത്രു അങ്ങനെ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സഹാബത്തിന് ചെയ്തു കൊടുത്തതാണ്. പക്ഷേ ആ ദഅവ നിലനിൽക്കുന്ന കാലത്തോളം അതിനൊക്കെ ഇത് ഒരു തെളിവായി മാറുകയാണ്. റസൂലുള്ളാഹിയുടെ സത്യസന്ധതക്ക്, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സിദ്ഖിന്, അതിനെ തസ്ദീഖാക്കുന്ന, അവരുടെ നുബുവത്തിനെ തസ്ദീഖാക്കുന്ന കാര്യങ്ങളാവുകയാണ് ഇതൊക്കെ. അതുകൊണ്ട് അതൊക്കെ മുഅ്ജിസത്താണ്. അതുകൊണ്ട് ശറഹുൽ മഖാസിദിൽ ഉദാഹരണം പറയുന്നു, തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നതുപോലെ എന്നാ തുടങ്ങുന്നത് തന്നെ. എങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് ഇന്ന കാര്യങ്ങൾക്കാണ് ഈ ഓരോ വാക്കുകളും പ്രയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ചില ഇബാറത്തുകൾ ഇട്ടുള്ള ഒരു കളി നടത്തിയത് ഒന്നും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്താണ് അവിടെ അദ്ദേഹത്തിന് എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിരുന്നാലും കൂടുതൽ വ്യക്തത ഉണ്ടാകാൻ വേണ്ടി എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ ഭാഗം ഞാനൊന്ന് വിവരിക്കാം. ഈ പറഞ്ഞ ഈ തഅരീഫ് നിർവചനം ജാമിഉം മാനിയും ആയിട്ടില്ല എന്ന് ചിലർ വിമർശിച്ചു. ഇത് സാധാരണ പറഞ്ഞു വരുന്ന ഈ തഅരീഫ് ചില വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഫീഹി നവറും എന്ന് പറഞ്ഞു, ഇതിൽ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലർ പറഞ്ഞു. അത് ഒന്നെന്താ, ഇത് മാത്രം പറഞ്ഞാൽ പോരാ, 1-2 കൈതുകൾ കൂടെ കൂട്ടേണ്ടതുണ്ട്. 1-2 കൈതുകൾ കൂടി, 1-2 പിന്നെ അനുബന്ധമായി 1-2 വാക്കുകൾ കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം? ഫലിഅന്നഹു ലാ ബുദ്ദ മിൻ ഖൈദിൽ ളുഹൂരി അലാ യദിൽ മുദ്ദഇ, ഈ പ്രവാചകത്വം വാദിക്കുന്ന ആളുടെ കരങ്ങളിലൂടെ വെളിവാകുക എന്ന് തന്നെ പറയണം. അവ മിൻ ജിഹതി, അദ്ദേഹത്തിന്റെ ഭാഗത്തിലൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവാചകന്റെ കരങ്ങളിലൂടെ വെളിവായത് വേറെ അതേ സമയത്ത് ഒരു കള്ളപ്രവാചകൻ ഉണ്ടെങ്കിൽ അതിന്റെ മുഅ്ജിസത്താന്ന് പറഞ്ഞാൽ അത് അയാളുടെ മുഅ്ജിസത്താവുകയില്ലല്ലോ. അത് ഒഴിവാവണമെങ്കിൽ ഇങ്ങനെ ഒരു കൈത് കൂടി ചേർക്കണം എന്നൊക്കെ ചില പ്രശ്നങ്ങൾ, ഇഷ്കാലുകൾ ചിലർ പറഞ്ഞു അവിടെ. അതാണ് ഒന്നാമത്തെ വിഷയം. എന്നിട്ട് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം കൂടി ഇതിലുണ്ട്. ഈ തഅരീഫ് മാനി ആകുന്നില്ല, അല്ലെങ്കിൽ ജാമി ആകുന്നില്ല. കാരണം എന്താ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അമ്പിയാക്കൾക്ക് അവരുടെ നുബുവത്ത് പ്രഖ്യാപനത്തിന്റെ മുമ്പ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇർഹാസാത്തുകളാണ്. അതിന് സാങ്കേതികമായി പറയും ഇർഹാസാത്ത് എന്നാണ്. എന്നാൽ അതിനെ പലരും മുഅ്ജിസാത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. ഈ താരീഫ് പ്രകാരം, കാരണം ദഅവ തുടങ്ങിയോടെ മുതലല്ലേ പ്രവാചകത്വം വാദിക്കൽ തുടങ്ങുന്നതോടുകൂടെയാണല്ലോ മുഅ്ജിസത്താവുകയുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് നടക്കുന്ന മുഅ്ജിസത്താവുകയില്ലല്ലോ. എന്നാൽ പലരും അതിന് മുഅ്ജിസാത്തിന്റെ കൂട്ടിൽ എണ്ണിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുന്ന വിധത്തിലായിരിക്കണം താരീഫ് എന്ന് രണ്ടാമത്തെ ഒരു ഇഷ്കാല്. മൂന്നാമത്തെ ഒരു ഇഷ്കാല് അതെന്താ? മുഅ്ജിസത്ത് പലപ്പോഴും അവര് പറഞ്ഞ ആ വെല്ലുവിളിയുടെ, ഈ അമ്പിയാക്കൾ ഒരു വെല്ലുവിളി സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളിയെ തൊട്ട് പിന്താം. ഉദാഹരണം പറയുന്നുണ്ട് അവിടെ. ഇതിനെന്തെങ്കിലുമൊക്കെ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രവാചകൻ പറയാം, ഇദാ ഖാല മുഅ്ജിസതി മാ യൽഹറു മിന്നി യൗമ കദാ എന്ന് പറഞ്ഞു. എന്റെ മുഅ്ജിസത്ത് ഇന്നാലിന്ന കാലത്ത് ഉണ്ടാകുന്നതാണ്. ഇപ്പൊ മുൻകാല പ്രവാചകന്മാർ അവരുടെ ദഅവത്ത് പലപ്പോഴും അവസാനിക്കുന്നു അവരുടെ വഫാത്തോടുകൂടെ. അവര് ശേഷം വരാനിരിക്കുന്ന ഒരു കാര്യത്തെ മുഅ്ജിസത്തായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഅവയുടെ സമയത്തല്ലല്ലോ അത് വെളിവാകുന്നതിന് ശേഷമല്ലേ. ഇങ്ങനെ അതുകൊണ്ട് അതും ഇതിൽ പെടാതെ പോവില്ല, അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എന്ന് തുടങ്ങി 3 ഇഷ്കാലുകൾ, ഈ നഖ്ലുകൾ ഈ തഅരീഫിന് ചിലർ പറഞ്ഞു. അതിന് മറുപടി പറയാം ആര്? ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ തഫ്താസാനി തങ്ങൾ പറയാം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ നഖ്ൽ എന്തായിരുന്നു? ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ആ പ്രവാചകനിൽ നിന്നുണ്ടാകുന്ന മുഅ്ജിസത്തിനെ ഒരു കള്ളപ്രവാചകൻ അയാളുടെ മുഅ്ജിസത്തായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പോകണമെങ്കിൽ എന്തുകൂടി പറയണം? ഈ നുബുവത്തിനെ വാദിക്കുന്ന ആളിലൂടെ ഒഴിവാകണം എന്നുകൂടെ പറയണ്ടേന്നായിരുന്നു ചോദ്യം. അതിനു മുമ്പൊരു മറുപടി, വയുംകിനുൽ ജവാബു അനിൽ അവ്വൽ. ഈ ഒന്നാമത്തെ ഇത്തിറാദിനെ തൊട്ട്, ഒന്നാമത്തെ ഈ നഖ്ൽ, ഈ സംശയത്തെ തൊട്ട് അതിന് മറുപടി പറയാം. എന്നെ മറുപടി പറയാം? നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കൃത്യമായി ശറഫുൽ മഖാസിദ് തന്നെ ഈ കാര്യം പറയുന്നതാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിന് മറുപടി പറയാം. എന്തെന്ന്? ബിഅന്ന ദിക്റ തഹദ്ദി മുഷ്തിറും ബിൽ ഖൈദൈനി. നിങ്ങളവിടെ 2 ഖൈദ് ചേർക്കണമെന്ന് പറഞ്ഞു. ആ 2 ഖൈദിന്റെ മേലും ഏതറിയിക്കുന്നുണ്ട്? ഈ തഹദ്ദി എന്ന പദം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മൂന്നാമത്തെ നിങ്ങളുടെ വക 2 കാര്യങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് ഒന്നവർ പറഞ്ഞത് മുദ്ദഇയുടെ കരങ്ങളിലൂടെ, അവരിലൂടെ ആവണം, നുബുവത്ത് വാദിക്കുന്ന ആളിലൂടെ ആവണം എന്നുകൂടി ചേർക്കണം. പിന്നൊന്നുകൂടെ പറഞ്ഞത് അത് അദ്ദേഹം അവകാശപ്പെടുന്ന വാദിക്കുന്ന രൂപത്തിൽ അതിനോട് യോജിച്ചുകൊണ്ടാവണം എന്നൊരു കൈതും കൂടി ചേർക്കണം. ഒരാൾ പറഞ്ഞു എന്റെ മുഅ്ജിസത്ത് ഈ പാറ സംസാരിക്കലാണെന്ന് പറഞ്ഞു. അപ്പൊ പാറണ്ട് സംസാരിച്ചു. പക്ഷെ സംസാരിച്ചത് ഇയാള് നബി അല്ലാന്നാ. എന്നാ അത് മുഅ്ജിസത്താവോ? ഇവിടെ പാറ സംസാരിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ നബി തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാളുടെ വാദത്തോട് യോജിച്ചു വരികയും വേണം എന്നൊരു കൈതും കൂടി ചേർക്കണ്ടേ എന്നും കൂടിയാണ് അവർ പറഞ്ഞത്. അതിന് മറുപടി പറയുന്നത് നോക്കി ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ തഫ്താസാനി തങ്ങൾ. ഇതിന് ഇങ്ങനെ മറുപടി പറയാം. തഹദ്ദി എന്ന പദത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഫഇന്ന മഅനാഹു, ഇതിന്റെ മഅന, തഹദ്ദിയുടെ മഅന അതാ ശറഹുൽ മഖാസിദ് പറയുന്നു. അതിന്റെ മഅന തലബുൽ മുആറദതി ഫീമാ ജഅലഹു ഷാഹിദൻ ലിദഅവതിഹി. ശത്രു, എതിരാളി വെല്ലുവിളിക്കുക എന്നല്ല. അതിന്റെ മഅനെന്താ? തഹദ്ദിയുടെ മഅനെന്താ? ഒരു പ്രവാചകൻ തന്റെ ദഅവത്തിന്, തന്റെ ആ പ്രബോധനത്തിന്, തന്റെ ആ പ്രഖ്യാപനത്തിന് തെളിവാക്കി കാണിക്കുന്ന അതിനെ എതിരിടാൻ ആവശ്യപ്പെടലാണ്. മനസ്സിലായില്ല? അതായത് ഇപ്പൊ ഖുർആൻ എന്റെ മുഅ്ജിസത്താണ്, അതുകൊണ്ട് വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് ഞാൻ സത്യവാനാണ് എന്നതിന്റെ തെളിവ്. അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മുആറള ചെയ്യൂ, അതിന് തുല്യമായത് നിങ്ങൾ കൊണ്ടുവരൂ, എന്നിട്ട് നിങ്ങൾക്കും അതിന് കഴിയുമെന്ന് തെളിയിക്കും. അതാണ് തഹദ്ദിയുടെ മഅന. എന്റെ കരങ്ങളിൽ നിന്ന് വെള്ളം വന്നത് എന്റെ നുബുവത്തിന്റെ ഷാഹിദാണ്. എന്റെ നുബുവത്തിനെ നിഷേധിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഇതാണ് തഹദ്ദിയുടെ മഅന. വതഅജീസുൽ ഗൈരി
മറ്റുള്ളവരുടെ അശക്തിയെ സ്ഥിരപ്പെടുത്തലാണ്, മറ്റുള്ളവരുടെ അശക്തിയെ വെളിവാക്കലാണ്. എന്തിനെ തൊട്ട്? അനിൽ ഇതിയാനി ബിമിസ്ലി മാ അബ്ദാഹു, ഈ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ളതിനോട് തുല്യമായതിനെ കൊണ്ടുവരുന്നതിനെ തൊട്ട്, ഈ പ്രവാചകൻ കൊണ്ടുവന്നതിനോട് തുല്യമായതിനെ കൊണ്ടുവരാൻ മറുപക്ഷത്തിന്, ശത്രുപക്ഷത്തിന് എന്നല്ല ആർക്കും സാധ്യമല്ല എന്ന ആ അശക്തിയെ വെളിവാക്കലാകുന്നു. അതാണ് തഹദ്ദിയുടെ മാന, അല്ലാതെ ശത്രു വെല്ലുവിളിക്കുക എന്നല്ല. ഇതാണ് എന്റെ സാക്ഷ്യം, എന്റെ നുബുവ്വത്തിനുള്ള തെളിവ് ഇതാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അതുപോലെ കൊണ്ടുപോവാ എന്ന ഒരു വെല്ലുവിളിയാണ് അവിടെയുള്ളത് യഥാർത്ഥത്തിൽ, അല്ലാതെ ശത്രു ഇങ്ങോട്ട് വെല്ലുവിളിക്കലല്ല. അതുകൊണ്ട് നുബുവ്വത്തിന്റെ ദഅവ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നതിനെല്ലാം ഇതുണ്ട്. അപ്പോ പിന്നെ അതിൽ നിന്ന് തന്നെ വന്നു. എന്തെന്ന്? ആ വാദം ഉള്ള ആളിൽ നിന്നുണ്ടാവുമ്പോഴല്ലേ അത് ഈ തലബുണ്ടാവുകയുള്ളൂ, ഈ ആവശ്യപ്പെടലുണ്ടാവുകയുള്ളൂ. പിന്നെ അത് അദ്ദേഹത്തിന് എതിരായാലും, അദ്ദേഹത്തിന്റെ വാദത്തിന് എതിരായാലും അദ്ദേഹത്തിന് എന്താവുന്നില്ലല്ലോ, അനുകൂലമാവുന്നില്ലല്ലോ, അതിന് തെളിവാവുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു കൈത് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് മൂപ്പര് മറുപടി പറഞ്ഞത്. മറുപടി ഇനി വിശദീകരിക്കേണ്ടതുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. ഇവിടെ മൂപ്പരതിന് മഅന കൊടുക്കുന്നത് ഫഇന്ന മഅനാഹു തഹദ്ദി എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന ത്വലബുൽ മുആറളതി ഫീമാ ജഅലഹു ഷാഹിദൻ ലിദഅവതിഹി, തന്റെ ദഅവത്തിന് തെളിവായി കൊണ്ടുവന്നതിൽ മുആറള ആവശ്യപ്പെടുക, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനെതിരിട് എന്ന് പറയാ. വതഅജീസുൽ ഗൈരി, മറ്റുള്ളവരുടെ അശക്തിയെ അംഗീകരിപ്പിക്കുക, അതിന് ഇസ്ബാത്ത് ചെയ്യുക എന്നാണ്. എന്തിനെ തൊട്ട്? അനിൽ ഇത്യാനി ബിമിസ്ലി മാ അബ്ദാ, താൻ ഈ കൊണ്ടുവന്നതിന്റെ മിസിലിനെ, അതിന് തുല്യമായതിനെ കൊണ്ടുവരുന്നതിനെ തൊട്ട് ഗൈറിന്റെ, മറ്റുള്ളവരുടെ അശക്തി തെളിയിക്കുക എന്നാകുന്നു. ഖുർആൻ ഞാൻ ഇതാ കൊണ്ടുവന്നു, ഇതാണ് എന്റെ ഷാഹിദ്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പകരം ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഖുർആൻ ചോദിച്ചല്ലോ. അവിടെ നേരെ ചോദിച്ചു, ഇനി ചോദിക്കണമെന്നില്ല. ഇത് ഈ വാദം നുബുവത്ത് പ്രഖ്യാപനം നടന്നോടുകൂടെ ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് അയിമ്മത്ത് അവിടെയൊക്കെ എന്തു പറഞ്ഞത്? ദഅവ ദഅവ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് അതിന്റെ ഭാഷാർത്ഥമെന്ന് മൂപ്പര് തെളിയിക്കുന്നുണ്ട്. തഹദ്ദൈതു ഫുലാനൻ ഇദാ ബാറൈതുൽ ഫിഅലാനാൻ, ഒരാളോട് ഞാൻ വെല്ലുവിളിച്ചു പറഞ്ഞാൽ അയാളോട് ഇതിന് തുല്യമായത് കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ്. ഖുർആനിൽ ഓത്തിൽ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓതി അതുപോലെ നിനക്ക് ഓതാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചു എന്നാണ്. അതാണ് തഹദ്ദി. അങ്ങനെയാണ്. ഇനി മനസ്സിലായല്ലോ? രണ്ടാമത്തെ മനസ്സിലാവുന്നില്ലേ? രണ്ടാമത്തെ സംശയം എന്തായിരുന്നു? രണ്ടാമത്തെ സംശയം, ഇവിടെ ഈ തഅരീഫ്, ഈ നിർവചനം ജാമി ആയിട്ടില്ല, എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ട്? തഅരീഫില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലെങ്കിൽ അമ്പിയാക്കൾക്ക് അവരുടെ നുബുവത്തിന്റെ മുമ്പ് ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ, ജനിക്കുന്ന സമയത്തോ അതിന്റെ ശേഷമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഇർഹാസാത്ത് എന്നാണല്ലോ സാങ്കേതികമായി പറയുക. ഇത് മുഅ്ജിസത്തിൽ പെടില്ലല്ലോ. എന്നാൽ ഇതിന് പലരും മുഅ്ജിസത്ത് പറയാറുണ്ടല്ലോ. അപ്പൊ മുഅ്ജിസത്തിൽ പെടുന്നല്ലേ മനസ്സിലാവുന്നത്? മുഅ്ജിസത്തിൽ പെടുമെന്നല്ലേ മനസ്സിലാവുന്നത്? പലരും ഇതിനെ സംബന്ധിച്ച് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ തശ്ബീഹ് എന്ന നിലക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മുഅ്ജിസാത്ത് എന്ന് പറയാറുണ്ട് എന്ന് ഞാൻ മുമ്പ് തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. ഖയാലിയുടെ ഇബാറത്തും അതിനെ എടുത്തു ധരിച്ചിട്ടുണ്ട്. അപ്പോ ഇർഹാസാത്ത് എന്നാണ് സാധാരണ നമ്മൾ പറയാറ്, പൊതുവിൽ പറയാറ്. എന്നാൽ മുഅ്ജിസത്ത് എന്ന് അതിന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുഅ്ജിസത്തിൽ പെടുമെന്നാണല്ലോ വരുന്നത്. അപ്പൊ അത് പെടണ്ടേ? നിങ്ങളുടെ ഈ നിർവചനമനുസരിച്ച് ഇത് മുഅ്ജിസത്തിൽ പെടില്ലല്ലോ. അപ്പൊ അതിനെ ഉൾക്കൊള്ളുന്ന വിധത്തിലാവണ്ടേ എന്നാണ് അടുത്ത ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നിലനിൽക്കുന്നത് മുഴുവനും പ്രവാചകന്മാർക്ക് അവരുടെ നുബുവത്ത് പ്രഖ്യാപനത്തിന്റെ മുമ്പുണ്ടാകുന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ ഇതിൽ പെടുത്തണ്ടേന്നാണ് അവർക്കുള്ള പ്രശ്നം. അപ്പൊ അതിനാണ് മൂപ്പര് മറുപടി പറയുന്നത്. വഅനിസാനി, രണ്ടാമത്തതിനെ തൊട്ട് മറുപടി പറഞ്ഞു. ഇങ്ങനെ പറയാം, എന്താണ്? അന്ന അദ്ദൽ ഇർഹാസാതി മിൻ ജുംലത്തിൽ മുഅ്ജിസാതി ഇന്നമാ ഹുവ അലാ സബീലി തഗ്ലീബി വത്തശ്ബീഹി. ഇർഹാസാത്തുകളെ മുഅ്ജിസാത്തിന്റെ കൂട്ടത്തിൽ എണ്ണുന്നത് അത് തശ്ബീഹ് എന്നതാണ്, അഥവാ അതിനോട് സാമ്യപ്പെടുത്തിയിട്ട് തുലനം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തഗ്ലീബാക്കി കൊണ്ടാണ്, ഇതിന്റെ ഹുക്മ അതിനും കൂടി കൊടുത്തുകൊണ്ടാണ്. അല്ലാതെ
ഹഖീഖിയായ രൂപത്തിലല്ല എന്ന് പറഞ്ഞിട്ട് കാരണം മൂപ്പര് പറയാം. വൽ മുഹഖിഖൂന, തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ ഇവിടെ ഒരു ഉഗ്ലൂത്ത് നടത്തിയിട്ടുണ്ട്. ഇവിടെ നുബുവത്തിന് മുമ്പുള്ളതിനൊക്കെ ഇർഹാസാത്താണെന്ന്, ഇർഹാസ് എന്നല്ലേ പറയാ, അത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ, അതിന് ഒരു പാർത്ത് കൊണ്ടുവന്നു. ശരിയാണ്, പൊതുവിൽ അങ്ങനെയാണ് പറയാറ്. എന്നാൽ മുഹഖിഖീങ്ങൾക്ക് അവിടെ ഉണ്ട് ഒരു തഫ്സീല്. അതാണ് അവിടെ പറയുന്നത്. അവിടെ ചില ആളുകൾ വളരെ തഹ്ഖീഖുള്ള പണ്ഡിതന്മാര് ഇപ്പൊ ഒരു ഇതൊക്കെ ഇപ്പോ ഇസ്തിലാഹിലുള്ള സാങ്കേതിക പ്രയോഗങ്ങളുള്ള വിഷയങ്ങളാണ്. അതിപ്പോ ഒരു സാധനത്തിന് എന്തും പേരിടാം. പക്ഷെ മുഹഖിഖീങ്ങളാവുമ്പോ ആ പേരിടുന്നിടത്തും യോജിപ്പുണ്ടോ എന്ന് നോക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാര് അവിടെ നുബുവത്തിന്റെ മുമ്പുള്ളതിനൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് ഇർഹാസ് എന്ന പ്രയോഗത്തിനല്ല ഇഷ്ടപ്പെട്ടത്. അവര് ഒന്നുകൂടെ വ്യാഖ്യാനിച്ചു. കാരണം ഇർഹാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇർഹാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ പാകുക എന്ന. നുബുവത്തിനൊരു അടിത്തറ പാകുന്ന പോലെയാണ് ഇതിന്റെ മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ. നുബുവത്ത് തുടങ്ങിയിട്ടില്ല, അതിനൊരു അടിത്തറ പാകുന്ന പോലെയാണ്. അതാണ് ഇർഹാസ്. അപ്പൊ ആ ഭാഷയിലുള്ള അതിന്റെ അർത്ഥത്തോട് യോജിക്കണം. ഇതിനിപ്പോ മസലൻ അവര് പറയുന്നത്, ഒരു പ്രവാചകൻ, പിന്നീട് വരുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനിക്ക് വ്യക്തിപരമായി സ്വകാര്യമായി എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായി, ഇതിനെങ്ങനെ ഇർഹാസ് എന്ന് പറയാം? ഒരു യോജിപ്പില്ലല്ലോ. കാരണം ആൾ അറിയുമ്പോഴല്ലേ അത് ഇർഹാസ് ആവുള്ളൂ, ബേസത്തിനുള്ള ഒരു അടിത്തറ പാകലാവുകയുള്ളൂ, അതിനുള്ളൊരു മുന്നോടിയാവുകയുള്ളൂ. അപ്പൊ സ്വകാര്യമായി ഉണ്ടാകുന്നതിന് അത് ഇദ്ദേഹത്തിന് ആദരിച്ചു കൊടുക്കുന്നതാണ്. അദ്ദേഹം ഒരു പ്രവാചകത്വത്തിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് വലിയാണ്. ഏതൊരു പ്രവാചകനാണെങ്കിലും നമ്മുടെ കിതാബിൽ പരിശോധിച്ചാൽ കാണാം, ഷെർവാനിയൊക്കെ പരിശോധിച്ചാൽ കാണാത് വലിയാണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ആ ഉണ്ടാവുന്നതിന് കറാമത്ത് എന്ന് ഏതായാലും പറയാം. അതോടൊപ്പം അത് പരസ്യമാവുകയും ഈ ആൾ നുബുവത്തിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ അപ്പോഴാണ് ഇർഹാസ് എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ വെറും കറാമത്ത് എന്നാണ് പറയേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. വൽ മുഹഖിഖൂന അലാ അന്ന ഖവാരിഖൽ ആയാതി അൽ മുതഅല്ലിഖത ബിബിഅസത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രവാചകന്റെ, ഏത് പ്രവാചകനാവട്ടെ, ഒരു പ്രവാചകന്റെ ബിഅസത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന അത്ഭുതങ്ങൾ, ഇദാ കാനത് മുതഖദ്ദിമതൻ, മുതഖദ്ദിമത്താണെങ്കിൽ മുമ്പുണ്ടായതാണെങ്കിൽ, മുമ്പുണ്ടാവുന്നത് താരീഫിനെ ബാധിക്കുന്നു പറഞ്ഞിട്ട് അതിന് മറുപടിയായി പറയുന്നത്. അവിടെ ശേഷമുള്ള വിഷയത്തെ സംബന്ധിച്ച് അല്ല, വിഷയമേ അവിടെ വരുന്നില്ല. മുതഖദ്ദിമത്താണെങ്കിൽ മുമ്പുണ്ടായതാണെങ്കിൽ അപ്പൊ അവിടെ നോക്കണം. ഫഇൻ ലഹറത് മിൻഹു, ആ പ്രവാചകനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അഥവാ ഭാവിയിൽ നുബുവത്ത് വാദിച്ചു വന്ന ആ പ്രവാചകനിൽ നിന്ന് തന്നെ ഉണ്ടായി. അങ്ങനെ ഉണ്ടാവാം ചിലത് അദ്ദേഹവുമായി, ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടാവാം. അബ്ദുള്ള എന്നവരിൽ നിന്ന് പ്രകാശമുണ്ടായതുപോലെ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതാണ് അതിന് രണ്ടും വേർതിരിച്ചിട്ടാ പറയുന്നത്. ആ പ്രവാചകത്വം വാദിച്ചു വന്ന ഈ ആളിൽ നിന്ന് തന്നെ വെളിവായി. എന്നാൽ അവിടെ ഒന്നുകൂടെ നോക്കണം. ഫഇൻ ശാഅത്, അത് വ്യാപിച്ചു, ആളുകളുടെ ഇടയിൽ പരന്നു, ആ കാര്യം പ്രസിദ്ധമായി. വകാന ഹുവ, ഈ പ്രവാചകൻ, ഈ വ്യക്തി ആവുകയും ചെയ്തു. മളിന്നത്തൽ ബിഅസത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാളാവുകയും ചെയ്തു. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ അർത്ഥം വെച്ചിട്ട് കാര്യമില്ല. മളിന്നത്താകുക, അതിന് സാധ്യത ഉണ്ടാകുക. ഒരു സ്ഥലത്ത് മളിന്നത്ത്, വെള്ളത്തിന്റെ മളിന്നത്താണെങ്കിൽ അവിടെ പോക്കണം എന്ന് പറയില്ലേ? മളിന്നത്താകുക എന്ന് പറഞ്ഞാൽ അവിടെ സാധ്യത ഉണ്ടാവുക എന്നാ. അതെങ്ങനെ സാധ്യത ഉണ്ടാവല്? സാധ്യത ഉള്ളതായിട്ട് അവിടെ അറിയപ്പെടുക എന്നർത്ഥം. എങ്ങനെ? കമാഫി ഹഖ് നബിയിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖിൽ അങ്ങനെയുള്ളത്. കാരണം എന്തുകൊണ്ട്? ഹൈസു അഖ്ബറ ബിദാലിക ബഅദു അഹ്ലിൽ കിതാബി വൽ കഹന, ചില അഹ്ലി കിതാബികളും ചില ജ്യോത്സ്യന്മാരൊക്കെ ഈ പ്രവാചകത്വത്തിലേക്ക് ചെറുപ്പത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സാധ്യത അവിടെ ഉണ്ട്. മളിന്നത്തിൽ ബേസത്തായിട്ട് റസൂലുള്ള മുമ്പേ നിൽക്കുകയാണ്. നുബുവത്തിന്റെ മുമ്പ് തന്നെ നബിയാവാനുള്ള സാധ്യത പ്രകടമായും കൊണ്ടാണ് റസൂലുള്ള ഉള്ളത്. ഇങ്ങനെ ചില അമ്പിയാക്കൾ, പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? പല നബിമാരും അവരുടെ ശേഷം വരുന്ന പ്രവാചകന്മാരിലേക്ക് സൂചന നൽകിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ ചിലതൊന്നും അങ്ങനെ ഇല്ലാതെയും വന്നിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ സംശയമില്ല. നബിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പല ചെറുപ്പം മുതൽ തന്നെ പല അത്ഭുതങ്ങളും എല്ലാവരും അറിയുന്ന വിധത്തിലുണ്ടാകുന്നു. പല കാഹിന്യങ്ങളും പറയും. എന്നല്ല, റസൂലുള്ളാഹിയുടെ പൂർവീകർ പോലും റസൂലുള്ളാഹിയുടെ നുബുവത്തിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെയൊക്കെ മൗന്നത്തെ, അതാണ് പറഞ്ഞത് കമാഫി ഹഖ് നബിയിന,
അങ്ങനെ വന്നാൽ കണ്ടോ, മലിനത്താകുക ആയ നിലയിൽ നിന്നൊക്കെയാണ്. എന്തൊക്കെ ആക്കി ആയ നിലയിൽ നിന്നൊക്കെ ആക്കി ഒപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ വക്കാന ഹുവ, അവിടെ പിന്നെ അദ്ദേഹം നമ്മളെ വിമർശിക്കുന്ന ആള്, ഞാൻ പിന്നെ വെറുതെ ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്റെ പ്രിയമുള്ള സുഹൃത്തെ, ഇതിന്റെ അത് എന്നാണെന്ന് പറഞ്ഞത്. അത് എന്ന് പറഞ്ഞ നബിയിലേക്കാവില്ലല്ലോ, അല്ലെങ്കിൽ ആ പ്രവാചകനിലേക്കാവില്ലല്ലോ. അത് ആയി പിന്നെ പോട്ടെ, അതല്ല വിഷയമൊന്നും പറഞ്ഞു. അതാണത്തെ വിഷയം, അതൊരു പ്രധാന വിഷയം തന്നെയാണ്. അത് എന്നാവുമ്പോ ഖവാരിഖിലേക്കായിരിക്കും ആ പറയുന്നത് എന്ന് കരുതിയിട്ട് അങ്ങനെയാണെങ്കിൽ കാനത്ത് എന്ന് പറയണം. അങ്ങനെയാണ് അതിലേക്കുള്ള മീർ മടക്കേണ്ടത്. അല്ലാതെ കാനത്ത് ഹുവ എന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തിനാ വെറുതെ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ വഷളാകുന്നത്? മലിനത്തുൽ ബഅസത്ത് ആവുകയും ചെയ്തു, പ്രവാചകത്വത്തിന് പ്രവാചകനായി നിയോഗിക്കാനുള്ള സാധ്യത ഉള്ള ആളാവുകയും ചെയ്താൽ, അങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ഇർഹാദ് എന്ന് പറയും. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ എന്നുള്ളതിന് അർത്ഥം വെക്കുന്നത് എന്താ? അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് അത് പിന്നെ ശേഷമുണ്ടായതാണെങ്കിൽ. എന്നിട്ട് എന്താ പറയുന്നത്? ബിഅസത്തിന്റെ ശേഷമാണ് ഉണ്ടായതെങ്കിൽ എന്നതിന് അർത്ഥം കൊടുക്കാണ്. ഇല്ലക്ക് എന്നാ അർത്ഥം കൊടുക്കുന്നത്. എന്ത് പറയുന്നതോ ഫകറാമത്തുൻ മഹ്ലത്തുൻ, തനിച്ച കറാമത്താണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് നുബുവത്തിന് ശേഷം ബിഅസത്തിന്റെ ശേഷം ഉണ്ടാകുന്നതൊക്കെ, 40 വയസ്സിന് ശേഷം ഉണ്ടായതൊക്കെ എങ്ങനെ പിന്നെ ഖുർആനിന് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്? ഈ ചോദ്യം നമ്മൾ അന്ന് ചോദിച്ചൊന്നും മിണ്ടാൻ കഴിയില്ല. ശേഷം ഉണ്ടായത് ഗാനത്ത് മുതഅഖിറത്തൻ അനിൽ ബിഅസത്തി, ബിഅസത്തിനെ തൊട്ട് മുതഅഖിറാകാനല്ലേ പറഞ്ഞത്? ബിഅസത്തിനെ തൊട്ട് മുതഖദ്ദിമായി മുമ്പത്തത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ബിഅസത്തിനെ തൊട്ട് മുതഅഖിറത്തായി, ബിഅസത്തിന്റെ ശേഷം വന്നു, നബിയായതിനു ശേഷം വന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് 40 വയസ്സായി, നുബുവത്ത് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഖുർആൻ അവതരിച്ചു, ഇസ്രാ മിഅ്റാജ് വന്നു, ചന്ദ്രൻ പിളർന്നു, ശത്രുക്കള് ഇയാളുടെ ഭാഷയിൽ തന്നെ ശത്രുക്കള് വിളിച്ചിട്ട് തന്നെ പല സംഭവങ്ങളുണ്ടായി. ഇതിനൊക്കെ കറാമത്ത് എന്ന് പറയണം. എവിടുന്നായി പറയുന്നത്? ആരെയാണ് നിങ്ങൾ ഈ പൊട്ടനാക്കുന്നത്? പറഞ്ഞു പോവുകയാണ് സുഹൃത്തെ. ഇപ്പൊ കറാമത്തുൻ മഹദത്തുൻ. ഇനി അതല്ലെങ്കിൽ അതിന്റെ ശറഹ് ഒന്ന് നോക്കിക്കൂടെ? ഹാഷ്യകളുണ്ടല്ലോ ഈ കിതാബിന്, ഹാഷ്യകൾ നോക്കിക്കൂടെ? ഇല്ലൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളതും ഷായി ആയതിന്റെ ഓപ്പോസിറ്റിൽ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ഹാഷ്യക്കാരനെ എടുത്തിട്ടുണ്ടല്ലോ. അത് ഷായി ആയിട്ടില്ല, വലം യകുൻ മളിന്നത്തുൽ ബിഅസത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഹാഷ്യ കാണണ്ടേ? ഇത് എവിടെങ്കിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്യല്ലേ? അതാണ് പറ്റിയത്. മനസ്സിലായോ? അപ്പോ അതാണ് അവിടെ പറഞ്ഞത്. നബുവത്തിന്റെ മുമ്പുണ്ടാകുന്ന കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച ഇവിടെ ചർച്ച തന്നെ. ആ മുമ്പുണ്ടാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഇതിൽ പെടില്ല, മുഅ്ജിസത്തിൽ പെടില്ല. എന്നിട്ടും മുഅ്ജിസത്ത് നിങ്ങളുടെ ഈ താരീഫ് അനുസരിച്ച് മുഅ്ജിസത്തിൽ പെടില്ല, എന്നിട്ടും അതിനെ സംബന്ധിച്ച് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് താനും. അപ്പൊ അത് പെടുത്തണം എന്ന് ചിലർ പറഞ്ഞപ്പോ അത് പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയാ പറയുന്നത്. അതിന് മുഹഖിഖീങ്ങൾ മുഅ്ജിസത്ത് എന്ന് പറയാറില്ല, അതിന് ഇർഹാസ് എന്നും ചിലപ്പോൾ കറാമത്ത് എന്നും ചിലപ്പോൾ രണ്ടും പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? പിന്നെ ബ ആണോ ആണോ അവിടെ ഹാഷൊക്കെ ഒന്ന് നോക്കിയിട്ട് തർക്കിക്കാൻ വന്നോ? അല്ലെങ്കിൽ പെട്ടുപോകും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതങ്ങനെ. ഇനി ഒന്നുകൂടെ പറഞ്ഞ് ആ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോ എന്റെ മാന്യ സഹോദരന്മാര്, വളരെ വിനയത്തോടുകൂടെ ഞാൻ ചോദിക്കുന്നു, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇനി ഇതിലും കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ? ഇനിയും എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം? നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആർക്കൊക്കെ വേണ്ടി ദീനിന്റെ അയിമ്മത്തിന്റെ കിതാബുകൾ അതിനെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നാൽ ഇതേ ശറഹുൽ മഖാസിദിൽ ഈ ബഹ്സ് കഴിഞ്ഞിട്ട് പിന്നൊരു ബഹ്സ് വരുന്നുണ്ട്. അൽ മബഹസുർ റാബിഉ മുഹമ്മദുർ റസൂലുള്ളാഹ് അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച വരുന്നുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ മൊത്തത്തിൽ നുബുവത്തിനെയും മുഅ്ജിസത്തിനെയൊക്കെയാണ് വിശദീകരിച്ചത്. അതിനുശേഷം റസൂലുള്ളാഹിയുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.
നുബുവത്തിനെ ദഅവ ചെയ്തിട്ടുണ്ട്, ആവശ്യമായ മുഅ്ജിസത്തുകളും വെളിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തിനെ 3 ഇനമായി തിരിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ട ഒന്നാണ് മറഞ്ഞ കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേമായിട്ട് എണ്ണുന്നുണ്ട്. ഈ മറഞ്ഞ കാര്യങ്ങൾ ചിലത് ഒന്നാമത്തെ ഖുർആൻ, രണ്ടാമത്തത് മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ ആ മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച്, ഗൈബുകളെ സംബന്ധിച്ച് ഗൈബിയാത്ത് പറഞ്ഞത് ചിലത് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ചിലത് റസൂലുള്ളാഹി സ്വയം അഥവാ ഖുർആനിലൂടെ അല്ലാതെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ശേഷം യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ചും അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനോട് തഖ്തുലുക്കൽ ഫിഅത്തുൽ ബാഗിയ എന്ന് പറഞ്ഞതും, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ ശത്രു വെല്ലുവിളിച്ചിട്ടല്ലല്ലോ, ഇത് പറഞ്ഞിട്ട് പറയാണ്, ബഹുമാനപ്പെട്ടവർ പറയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇലാ ഗൈരി ദാലിക മിമ്മാ വറദ ഫീ സിഹാഹിൽ അഹാദീസി, സഹീഹായ ഹദീസുകളിൽ വന്ന ഒരുപാട് സംഭവങ്ങൾ, അതൊക്കെ മുഅ്ജിസത്താണ്. കാരണം വഖദ് ഇഖ്തറനത്, അതൊക്കെ അന്വരിച്ചിട്ടും ഉണ്ട്. ബിദഅവൻ നുബുവത്തി, അത് നുബുവത്തിന്റെ ദഅവയോട് അന്വരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫയതമയ്യസു, അത് വേർതിരിയും. അനിൽ കറാമാത്തി, കറാമാത്തുകളെ തൊട്ട് വേർതിരിയോ. അശ്വരികളെ കിതാബ് എടുത്തിട്ടേ, അശ്വരി ഇമാമിങ്ങളെ കിതാബ് എടുത്തിട്ട് പറയുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഈ ഇമാമിങ്ങളുടെ പേരിൽ കള്ളത്തരം പറയുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് നോക്ക്, നിങ്ങൾ എത്ര കൃത്യമായിട്ടാ പറയുന്നത്. നോക്ക്, വളരെ അത്ഭുതമല്ലേ, വളരെ കൃത്യമായി പറയുന്നത് നോക്ക്. കണ്ടോ നിങ്ങൾ, ഞാൻ പേശ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയാം, ഇതൊന്നും ശത്രുക്കളുടെ വെല്ലുവിളിയോട് മുന്നിലല്ലല്ലോ. ഇതൊക്കെ പക്ഷേ ഇതൊക്കെ വഖദ് ഇഖ്തറനത് ബിദഅവൻ നുബുവത്തി വമിൻഹാ എന്ന് തുടങ്ങുന്നത് മിനൽ മുഅ്ജിസാത്തി, ആ രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ട മുഅ്ജിസാത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് അത് റസൂലുള്ള ഖുർആൻ അല്ലാതെ പറഞ്ഞതിനാണ് പറയുന്നത്. ഖുർആൻ അല്ലാതെ ഗൈബിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ് മിമ്മാ വറദ ഫീ സിഹാഹിൽ ഹദീസി, സഹീഹായ ഹദീസുകളിൽ ഇതുപോലെ ഒരുപാട് വന്നിട്ടുണ്ട്. വഖദ് ഇഖ്തറനത്, ഇതൊക്കെ അന്വരിച്ചിട്ടുണ്ട്. ബിദഅവൻ നുബുവത്തി, നുബുവത്ത് പ്രഖ്യാപനത്തോട് അന്വരിച്ചിട്ടുണ്ട്. ഫയതമയ്യസു, തഫ്താസാനി ഇമാം പറയണത് കേട്ടോ. തഫ്താസാനി ഇമാമിന്റെ കിതാബ് കൊണ്ട് കളിക്കരുത്. ഫയതമയ്യസു, അപ്പോൾ ഇവകൾ വേർതിരിയും. അനിൽ മുഅ്ജിസാത്തി, അനിൽ കറാമാത്തി, കറാമത്തിനെ തൊട്ട് വേർതിരിഞ്ഞു. എന്തുകൊണ്ട്? തഹദ്ദി കൊണ്ടല്ല, ദഅവൻ നുബുവത്ത് കൊണ്ട്. ദഅവൻ നുബുവത്ത് കൊണ്ടാണ് ഇത് കറാമത്ത് അല്ലാതായതെന്ന്. ഇവരുടെ വാദത്തിൽ ഇത് കറാമത്താ. ഇവരുടെ വാദത്തിൽ കയ്യിൽ നിന്ന് വെള്ളം വന്നത് കറാമത്താണ്. ഇവരുടെ വാദത്തിൽ ഇങ്ങനെ പറഞ്ഞതൊക്കെ കറാമത്താ. കാരണം വെല്ലുവിളിയില്ലല്ലോ. അപ്പൊ വെല്ലുവിളി അല്ല, ഇതൊക്കെ കറാമത്ത്. വെല്ലുവിളി ഇല്ലെങ്കിലും ഇതൊക്കെ മുഅ്ജിസത്താണ്. കാരണം ദഅവൻ നുബുവത്തിന്റെ ഇത് കറാമത്തല്ല എന്നാ പറയുന്നത്, വ്യക്തമായി പറയുന്നത്. മനസ്സിലായോ? വ്യക്തമായി പറയാം. അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി എട്ടാമത്തെ ഒരു ബഹ്സുണ്ട്. അതിൽ എട്ടാമത്തെ ഒരു ബഹ്സുണ്ട്. ആ ബഹ്സ് എന്താ? കറാമത്തിനെ സംബന്ധിച്ചും വലിയനെ സംബന്ധിച്ചും. എട്ടാമത്തെ ബഹ്സിലെ മഖാസിദിൽ പറയുന്നത് കണ്ടോളൂ. ശറഹുൽ മഖാസിദിൽ പറയുന്നത് നോക്ക്. ഞാൻ ആദ്യം പേശ് ചെയ്തിട്ട് വായിക്കാം, അപ്പൊ ഒന്നുകൂടെ രസം കിട്ടുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇമാമിങ്ങളെ മേല് ഈ നിലക്കുള്ള അപരാധം പറയുമ്പോ അള്ളാഹു അത് പിടിക്കുമല്ലോ. പിടിക്കാൻ അള്ളാഹു നമ്മളെ നിയോഗിച്ചു. അൽഹംദുലില്ലാഹ്, അത്രയുള്ളോ കാര്യം, അത്രയുള്ളോ. നിങ്ങൾ നോക്ക്. അൽ മബ്ഹസു സാമിനു, ആരും പേശയിലൊന്നും പോകുന്നുടല്ലേ. അൽ മബ്ഹസു സാമിനു, എട്ടാമത്തെ ബഹസ്. എട്ടാമത്തെ ബഹസിൽ എന്താ പറയുന്നത് നോക്ക്. ബഹുമാനപ്പെട്ടവർ പറയാ, അൽ വലിയു, വലിയ എന്ന് പറഞ്ഞാൽ ആരാ? അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാത്തിഹി, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ സിഫാത്തുകളെ കൊണ്ടും മാരിഫത്തുള്ളവനാണ്, അറിയുന്നവനാണ്. അൽ മുവാളിബു അല ത്വാഅതി, താഅത്തുകൾ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന ആള്. അൽ മുജ്തനിബു അനിൽ മആസി, മആസികളെ തൊട്ട് തെറ്റുകളെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ആള്. അൽ മുഅരിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാത്ത്, അതാണ് വലിയ. ശരീര ഇച്ഛകൾക്കും ദുന്യവിയായ രസസുഖങ്ങൾക്കും അതിലിങ്ങനെ മുഴുകി ജീവിക്കുന്നതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആള്, സുഹൃത്തുള്ള ആള് എന്നർത്ഥം. വകറാമത്തുഹു,
വലിയിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദതി മിൻ ഖിബലിഹി. ഈ വലിയിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാവലാകുന്നു. വലിയിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകുക. ഗൈരി മുഖാരിനിൻ ലിദഅവൻ നുബുവ്വ, നുബുവത്തിന്റെ പ്രഖ്യാപനത്തോട് അന്വരിക്കാതെ. നുബുവത്ത് വാദിക്കാൻ പാടില്ല. കേട്ടില്ല നിങ്ങള്? പോരെ, കഴിഞ്ഞില്ല. വബിഹാദ, ഈ ദഅവൻ നുബുവത്തോട് അന്വരിക്കാതിരിക്കുക. ഇതുകൊണ്ട് അന്വരിക്കാൻ പാടില്ല. എന്തില്? കറാമത്തില്. ഇതുകൊണ്ടാണ് യംതാസു അനിൽ മുഅ്ജിസത്തി, ഈ കറാമത്ത് ആവുന്ന അംറുൽ ഖാരിഖ് മുഅ്ജിസത്തിനെ തൊട്ട് വേർതിരിയുന്നത്. ആണോ? ഇനി നിങ്ങൾക്ക് അടിക്കേണ്ട കാര്യം മനസ്സിലായോ? മനസ്സിലായില്ലേ? ഈ ദഅവൻ നുബുവത്താണ്, അതാണ് മുഅ്ജിസത്തും കറാമത്തും തമ്മിലുള്ള ഫർക്ക്. ഇനി എന്താ ചെയ്യാ? ഹുവൽ ആരിഫു ബില്ലാഹി തആല എന്ന് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലേ? വകറാമത്തുഹു, വലിയിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദതി മിൻ ഖിബലിഹി ഗൈരി മുഖാരിൻ, അംറിന് സിഫത്തായിട്ട് ഗൈരി മുഖാരിൻ ലിദഅവൻ നുബുവ്വ വബിഹാദാ യംതാസു അനിൽ മുഅ്ജിസതി വബിഹാദാ യംതാസു, ഇതുകൊണ്ടാണ് വേർതിരിഞ്ഞത്. അപ്പൊ ദഅവൻ നുബുവത്ത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് മുഴുവനും ദഅവൻ നുബുവത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഖാതിമുൻ നബിയ്യീനായതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ദഅവൻ നുബുവത്തുണ്ട്. ജീവിതകാലത്ത് ഏതായാലും ഉണ്ട്. ആകെ നടക്കുന്നതൊന്നും കറാമത്ത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ഈ ലോകത്ത് ഒരു ഇമാമും അതിന് മുഅ്ജിസത്ത് എന്നല്ല പറയേണ്ടത്, കറാമത്ത് എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടും ഇല്ല. അങ്ങനെ പറഞ്ഞത് പ്രബലവും അല്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് അശ്അരിയത്തിന്റെ വാദം. ഇതാണ് ഈ നിലക്കുള്ള താരീഫ് അനുസരിച്ചുള്ള വിവരണം. ഇതാണ് സുന്നത്തിനെ മാറ്റം അംഗീകരിക്കുന്നത് അശ്അരി തരീഖത്തനുസരിച്ച്. അതുകൊണ്ട് ഇതിനെ തള്ളുന്നവർക്ക് അശ്അരി പറയാൻ അവകാശമില്ല. അവർക്ക് നേരത്തെ സുല്ലമി പറഞ്ഞത് പറയാം, സുല്ലമിയുടെ കൂട്ടത്തിൽ കൂടാം. കണ്ടില്ലേ? അബ്ദുസലാം സുല്ലമിയുടെ പേരിങ്ങനെ വന്നിരുന്നല്ലോ നാവുമേ, അതന്നെ നല്ലത്. ഇത് ഈ ഇമാമിങ്ങളെ പേര് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, ആര് തന്നെ ആയാലും. എന്നിട്ട് പിന്നെ മൂപ്പര് ഒന്നും കൂടെ പറയുന്നുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തോളൂ. പിന്നെ നമ്മളെ മേലൊരു ആരോപണം പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവര്, ഞാനൊക്കെ ഒന്നുകൊണ്ട് കേട്ടാ പിറ്റേന്ന് തന്നെ ചാടി എണീക്കും. ഇവരങ്ങനെയൊന്നുമില്ല, 4 ദിവസം കഴിഞ്ഞിട്ടാ. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ, വെറുതെ ചാടി എണീറ്റ് ആവശ്യമില്ലാത്തൊന്നും പറയില്ല. എന്തൊരു കാര്യം, ദീനിന്റെ കാര്യം പറയുമ്പോൾ വളരെ ചിന്തിച്ച് ഞങ്ങളുടെ ഉസ്താദുമാരോട് സംശയം ചോദിക്കണമെങ്കിൽ ചോദിച്ച് തീർത്ത് ഇമാമിങ്ങളുടെ കിതാബുകളൊക്കെ വിശദമായി പഠിച്ച് കണ്ണടച്ച് എതിർക്കാൻ, ഞാൻ പറഞ്ഞതിനെ എതിര് പറഞ്ഞാൽ അതിനെ എതിർക്കണം എന്ന നിലയ്ക്ക് ഞങ്ങൾ ആരും വരാറില്ല. പക്ഷെ പഠിച്ചങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അതിന്റെ മുന്നിൽ ഒരാൾക്കും ചെറുവിരൽ ഉയർത്താൻ കഴിയുകയുമില്ല. അതിനെ സലാം ബാക്കി എന്ന ഒരു പേരൊന്നും വിചാരിക്കണ്ട. ഈ ക്ലാസ് റൂമിൽ ഉള്ളവരെല്ലാവരും ലറബ എതിരിവ് കൂട്ടാൻ കഴിയാത്ത ഒരു കുട്ടിയും ഇവിടെ പണ്ഡിതനായിട്ട് നിൽക്കുന്നില്ല. അങ്ങനത്തെ അവരാരും പണ്ഡിതന്മാരായിട്ടും ചോദ്യോത്തരം നൽകാനും ക്ലാസ് എടുക്കാനും അംഗീകരിക്കുകയുമില്ല. ഇവിടെ അവർക്ക് സമ്മതം കൊടുക്കുകയില്ല. ഇവിടെയുള്ളവരെല്ലാം അതിനൊക്കെ കഴിയുന്ന ആളുകളാണ്. സംഗതി വശാൽ ഈ വിഷയത്തിൽ ഞാൻ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പൊട്ടീസാക്കണ്ട. ഞങ്ങളുടെ അയിമ്മത്തിന്റെ കിതാബുകൾ വിശദമായി പഠിച്ച് അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉസ്താദുമാരോട് ചോദിക്കേണ്ടി വന്നാൽ അതിന് പറ്റിയ ഉസ്താദുമാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്തെങ്കിലും പൊട്ടപ്പോഴത്തങ്ങൾ ഇങ്ങനെ ക്ലാസ് റൂമിൽ വന്ന് വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അത് മറ്റുള്ളവർ പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഉസ്താദുമാരോട് ചോദിച്ച് ഞങ്ങൾ സ്ഥിരപ്പെടുത്തി തന്നെ പറയാറുള്ളൂ. അതൊരു കുറ്റായിട്ടും ഒരു കുറവായിട്ടും ഞങ്ങൾ കാണുന്നില്ല എന്നാണ് സാന്ദർഭികമായി എനിക്ക് പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ തഫ്താസാനി തങ്ങള്, ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമീനി പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മുഅ്തസിലത്ത് ഈ കറാമത്തിനെ എതിർത്തവരാണ്, കറാമത്തില്ല എന്ന് പറഞ്ഞവരാ. അതുപോലെ മറ്റു ചിലരൊക്കെ, വേറെ ചിലര് പിന്നെ കറാമത്ത് ഉണ്ട്, കറാമത്തിനെ എതിർത്തവരാണ് കേട്ടോ. കറാമത്തില്ല എന്ന് പറഞ്ഞവരാണ്. ഈ കറാമത്ത് ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ കറാമത്ത് ഏതുവരെ ആകാം, അത് വലിയന്റെ അറിവോടുകൂടെയും ഇഷ്ടത്തിനുമാകുമോ? ആവുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. മറ്റേ മുജിദത്താവുമ്പോൾ ഇഷ്ടത്തിനാവാമെന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചവരുണ്ട്. എന്നാൽ വേറെ ചിലര് പിന്നെ വലിയാണ് എന്ന് വാദിച്ചുകൊണ്ട് അതിനായിട്ട് ഒരാൾ തെളിവായിട്ട് കറാമത്ത് വെളിവാക്കാൻ നിന്നാലോ, നബിയാണെന്ന് വാദിച്ചിട്ടല്ല, വലിയാണ് ഞാൻ അതിന് തെളിവാണ് എന്ന നിലയ്ക്ക് വന്നാലോ അപ്പോൾ അതിന് കറാമത്ത് എന്ന് പറയില്ല, അങ്ങനെ വാദിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നൊക്കെ പറഞ്ഞ് വേറെ ചിലര് അമ്പിയാക്കൾക്കൊക്കെ ഉണ്ടായ വലിയ വലിയ മുഅ്ജിസത്തുകളുണ്ടല്ലോ, സമുദ്രം പിളരുക, പർവ്വതത്തിൽ നിന്ന് വെള്ളം വരിക, ഇങ്ങനത്തതൊന്നും കറാമത്തിന്റെ ഇനത്തിൽ പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്
കാരണം എന്നിട്ട് അതിന് പേര് പറയണത് അങ്ങനെയൊക്കെ വന്നാ പിന്നെ മുഅ്ജിസത്തും കറാമത്തും തമ്മിൽ എന്താ വ്യത്യാസം? മുഅ്ജിസത്തും കറാമത്തും തമ്മിൽ വേർതിരിയാതെ ആവുകയില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും ഇടയിൽ കൊടുക്കണം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാമുൽ ഹറമൈനി അവരെ തൊട്ട് ഉദ്ധരിച്ചിട്ട് പിന്നെ പറയാ വഖാലൽ ഇമാമു. എന്നിട്ട് ഇമാമുൽ ഹറമൈനി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇതൊന്നും ശരിയല്ല, ആ പറഞ്ഞതൊന്നും ശരിയല്ല. അങ്ങനൊന്നും കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും ഇടയിൽ വേർതിരിക്കേണ്ടത് ഇല്ല. വേർതിരിക്കേണ്ടതില്ല. കാരണം എന്താ? അതിന്റെ ഇടയിൽ കൃത്യമായ വേർതിരിവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? അതായിരുന്നു അതിന്റെ ഇടയിൽ കൃത്യമായ വേർതിരിവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതായിരുന്നു അത് ഈ പറഞ്ഞ തുറുക്ക് പല രൂപത്തിൽ പറഞ്ഞു. പല രൂപത്തിൽ കറാം അങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഈ തുറുക്കുകളൊന്നും ഒക്കെ ഒയറ് സദീദ, അതൊന്നും ശരിയല്ല. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായിട്ട് വന്നതൊക്കെ കറാമത്താവാം. അതിൽ പിന്നെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായിട്ട് വന്നതൊക്കെ അമ്പിയാക്കൾ മുഅ്ജിസത്തായിട്ട് വന്നതൊക്കെ കറാമത്ത് ആവാം. അതിൽ നിന്ന് ചിലത് അള്ളാഹു നസ്സാൽ ഒഴിവാക്കിയതുണ്ട്. ഉദാഹരണം ഖുർആന് നസ്സാൽ ഒഴിവാക്കിയതാണ്. അങ്ങനത്തതല്ലാത്തതൊക്കെ ആവാം, കറാമത്തായിട്ടുണ്ടാവാം എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ മദ്ഹബ്. ഇത് വിവരിച്ചുകൊണ്ട് ഇമാമുൽ ഹറമൈനി പറയാ അതൊന്നും ശരിയായ വഴിയല്ല എന്ന് പറഞ്ഞിട്ട് വൽ മർളിയു ഇൻദനാ, നമ്മളെടുത്ത് മർളിയായിട്ടുള്ളത് ഏത് തരത്തിലുള്ള ഖവാരിഖുൽ ആദാത്തും കറാമത്തിന്റെ ഇനത്തിലായിട്ടുണ്ടാകാം എന്നാണ്. പിന്നെ വഇന്നമാ തംതാസു അനിൽ മുഅ്ജിസാതി, ഇത് മുഅ്ജിസത്തിനെ തൊട്ട് വേർതിരിയുന്നത് എങ്ങനെയാണ്? ബിഖുലൂവിഹാ അൻ ദഅവൻ നുബുവ്വ, ദഅവ നുബുവത്തിനെ തൊട്ട്, നുബുവത്ത് വാദത്തെ തൊട്ട് അത് ഒഴിവാകും എന്ന ഒരൊറ്റ കാരണത്താൽ. വലിയിന്റെ അടുത്ത് എന്തുണ്ടാവുകയില്ല? നുബുവത്തിന്റെ വാദം ഉണ്ടാവുകയില്ല. ദഅവൻ നുബുവത്തിനെ തൊട്ട് ഒഴിവാകും എന്നതുകൊണ്ട് മാത്രമാണ് കറാമത്ത് മുഅ്ജിസത്തിൽ നിന്ന് വേർതിരിയുന്നത്. തഹദ്ദി കൊണ്ടല്ല. ഹത്താ ലവിദ്ദഅൽ വലിയു, ഒരു വലിയ അങ്ങാനും വന്നിട്ട് നുബുവത്തിന് അങ്ങോട്ട് വാദിച്ചു പോയാലോ അയാള് സാറ അദുവല്ലില്ല, അള്ളാഹുവിന്റെ ശത്രുവായി മാറി. പിന്നെ വലിയുല്ലാഹി അല്ല, അദുവുല്ലാഹിയാണ്. പിന്നെ അവർക്ക് കറാമത്തുണ്ടാവില്ല. ഇതിലൊക്കെ പറയുന്നത് ഇനി ഞാൻ നിർത്തുകയാണ്, ഇനി ആവശ്യമില്ല. പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമായി തഹദ്ദി എന്ന് അഇമ്മത്ത് പ്രയോഗിച്ചത് അവർ തന്നെ അതിന് കൃത്യമായ വ്യാഖ്യാനം നൽകി. അതിന്റെ അർത്ഥം എന്താണ്? നുബുവത്തിനെ പ്രഖ്യാപിക്കലാണ്, വാദിക്കലാണ്, അവകാശപ്പെടലാണ്. എല്ലാവർക്കും വ്യക്തമായി. അതുകൊണ്ട് ഈ വഹാബികള് പിന്നെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് ശത്രുവിന്റെ മുന്നിൽ എതിർപക്ഷം വെല്ലുവിളിച്ചാൽ ഉണ്ടാകുന്നതാണ്. അതിങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ, മോമിനീങ്ങൾ ചോദിക്കുമ്പോഴൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇസ്തിഗാസൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിയോട് വെല്ലുവിളിക്കുമ്പോൾ ശത്രുക്കള്, മുൻകിരീങ്ങള്, നബിയുടെ നുബുവത്തിനെ നിഷേധിക്കുന്ന ആളുകള് വെല്ലുവിളിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് മോമിനീങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല എന്ന്, അതുകൊണ്ട് കത്തിച്ചോക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയുള്ള അതിനൊക്കെ വേണ്ടിയുള്ള ഈ ശ്രമം അതൊന്നും ഫലപ്പെടുകയില്ല. അങ്ങനെ ഒരു വിവേചനം അയിമ്മത്ത് ആരും നൽകിയിട്ടുള്ളതായിട്ട് തെളിയിക്കാനും കഴിയില്ല. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരന്മാരോട് പറയാനുള്ളത്, ഇത്തരം അബദ്ധജടിലമായ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇമാമിങ്ങളുടെ കിതാബുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ തരം ജൽപ്പനങ്ങളൊന്നും ശരിയല്ല. അതൊക്കെ തിരുത്തണം. അതൊക്കെ തിരുത്തുക. തെറ്റുകൾ സംഭവിക്കുമല്ലോ, മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിക്കും. പക്ഷെ ആ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ പിന്നെയും അനാവശ്യമായിട്ട് ഇങ്ങനെ വന്ന് ജനങ്ങളെ വീണ്ടും 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 തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്ന് മാത്രം എന്റെ സഹോദരങ്ങളെ ഉണർത്തിക്കൊണ്ട് സത്യമായി മനസ്സിലാക്കാൻ, അതിനെ പിൻപറ്റാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഈ ചെയ്യുന്ന സേവനങ്ങളെല്ലാം അത് ഖൈറായ രൂപത്തിൽ അത് ഫലപ്പെടുത്തി തരുമാറാവട്ടെ, ജനങ്ങൾക്ക് ഉപകരിക്കുന്നതാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വലിയ പ്രതിഫലം നൽകുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇരു വീട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നൂർ ഫൈസിക്കും സുന്നീസത്തിനും സൽമാൻ അസഹരി ക്ലാസ്സിനും പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർക്കൊക്കെ പറയേണ്ടതുണ്ട്. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.